യെസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ഒന്ന് നമ്മുടെ റെക്കോർഡിംഗ് ഒന്ന് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താണ് കേട്ടോ. ഓക്കെ, കുറച്ച് പേര് ആഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, സോ എവർക്കും ഒന്നുകൂടി അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സെഷൻ എന്ന് പറയുന്നത് PSC ഓറിയന്റേഷൻ ആണ്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് PSC അപ്ലൈ ചെയ്യേണ്ടത്, ഓരോ എക്സാമുകൾ എങ്ങനെയാണ്, ഏത് സമയത്താണ് ഓരോ എക്സാമുകൾ വിളിക്കുക, എന്താണ് പ്രിലിംസ്, എന്താണ് മെയിൻസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ഡൗട്ടുകൾ കുട്ടികൾക്ക് ഉണ്ട് ഇപ്പോഴും. കാരണം ഒരുപാട് യൂട്യൂബ് വീഡിയോസ് മറ്റു കണ്ടന്റുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നറിയാം. എങ്കിൽ കൂടിയും ഒരുപാട് പേർക്ക് ഇപ്പോഴും എന്താണ് PSC എന്നും പ്രിലിംസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടോ, 2 സ്റ്റേജ് എക്സാം എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ഈ അടുത്തൊക്കെ PSCയുടെ സിലബസ് മാറിയിട്ടുണ്ട്, അപ്പൊ അതെങ്ങനെയാണ്, പിന്നെ എങ്ങനെയാണ് PSC അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെ തുടങ്ങി ഒരുപാട് ഡൗട്ടുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഓരോരോ നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്താണ് പലപ്പോഴും ഈ എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇതെനിക്ക് എഴുതാൻ പറ്റുന്നതാണോ, അതുപോലെ എന്റെ ഏജ് കാറ്റഗറിക്ക് പറ്റിയതാണോ, എന്റെ ക്വാളിഫിക്കേഷൻ മതിയോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പലരും ചിന്തിക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ്. സോ ഇപ്പൊ വലിയൊരു 2024 അവസാനത്തോടു കൂടി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് അല്ലെ. 10th ലെവൽ ആയിക്കോട്ടെ, 12th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, പലതരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. ഇതിൽ ഏതെല്ലാം എനിക്ക് പ്രിപ്പയർ ചെയ്യാം, എപ്പോഴെല്ലാം നമുക്ക് എക്സാം നടക്കാം എന്നുള്ളതിനെ കുറിച്ചെല്ലാം ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. സോ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ സെഷൻ ആണ്, അല്ലാതെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഓറിയന്റേഷൻ സെഷൻ അല്ല. പകരം നിങ്ങൾക്ക് ബേസിക്കലി ഒരു PSC ആസ്പിരന്റ് ആവാൻ വേണ്ടത് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് എന്തെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളത്, ഏതൊക്കെ പരീക്ഷകളാണ്, എന്തെല്ലാമാണ് യോഗ്യതകൾ എന്നുള്ളത്, അതുപോലെ പരീക്ഷ രീതികൾ എങ്ങനെയാണ്, ഈ പരീക്ഷ രീതികൾ എന്നുള്ളത് എപ്പോൾ പഠിച്ചു തുടങ്ങണം, ഓരോ പരീക്ഷയ്ക്കും എപ്പോഴാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്, അതുപോലെ എന്താണ് പഠിക്കേണ്ടത്, അതുപോലെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അതിൽ ആദ്യം തന്നെ ഞാൻ ആരാണ് എന്നുള്ള ഒരു പോയിന്റിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പേര് അശ്വിൻ എന്നാണ്. ഞാൻ അഡ്ഹോക്ക് ലേണിംഗിന്റെ ചീഫ് മെന്റർ ആണ്. എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MSc മാത്തമാറ്റിക്സ് ആയിരുന്നു. അതിനുശേഷം ഞാൻ MA പൊളിറ്റിക്കൽ സയൻസ് ചെയ്തു. ദെൻ LLB ഫ്രം തൃശ്ശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് LLB കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അഡ്ഹോക്ക് ലേണിംഗിന്റെ ചീഫ് മെന്റർ ആയിട്ടും നമ്മൾ ചെയ്യുന്നു. അതോടൊപ്പം ഞാൻ കുറച്ച് നാള് ഗവൺമെന്റ് സർവീസിലായിരുന്നു. ഞാൻ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആയിട്ട് ഏകദേശം 2 വർഷത്തോളം ജോലി ചെയ്തിരുന്നു. ഈ ഒരു സബ് ജയിലിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷമാണ്, അപ്പോൾ ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആ ലിസ്റ്റുകളാണ് ഇതിനോടൊപ്പം ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത്. അത്തരം ലിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്ന കാരണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ അഡ്ഹോക്ക് ലേണിംഗ് മുന്നോട്ട് കൊണ്ടുപോകണം, അതോടൊപ്പം തന്നെ എന്റെ അഡ്വക്കസി എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നെല്ലാം ഉള്ള ഒരു ആഗ്രഹം കൊണ്ട് വളരെയധികം റിസ്ക് എടുത്തുകൊണ്ട് എനിക്ക് കിട്ടിയിരുന്ന ഗവൺമെന്റ് ജോലി ഞാൻ രാജിവെച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷമാണ് നമ്മുടെ അഡ്ഹോക്ക് ലേണിംഗ് എന്ന് പറയുന്ന സ്ഥാപനം മുന്നോട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. സോ അങ്ങനെയാണ് എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാമാണ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുള്ള എക്സാം. സോ കഴിഞ്ഞൊരു 10 വർഷത്തോളമായിട്ട് 2015 മുതലേ ഞാൻ PSC ഫീൽഡിലെ ക്ലാസ്സുകൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട് ക്ലാസ്സുകൾ എടുത്ത് വരുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് സ്വന്തമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാനോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുവരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ അഡ്ഹോക്ക് ലേണിംഗ് എന്ന് പറയുന്ന സ്ഥാപനം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് പല ടൈപ്പ് ഓഫ് കോഴ്സുകളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അറിയാം, പണ്ട് നമ്മൾ LDC ബാച്ച് എല്ലാം ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ LDC ബാച്ചുകൾ ചെയ്തിരുന്നു. പിന്നെ നമുക്ക് കൂടുതൽ അധ്യാപകരായ സമയത്താണ് അധ്യാപകർക്ക് നമ്മൾ പൈസ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് നമ്മളൊരു അശ്വമേധം എന്ന് പറയുന്ന കോഴ്സ് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കാം, അതിൽ പഠിച്ചവരുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ ജസ്റ്റ് 199 രൂപയ്ക്ക് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്ത് 1 വർഷത്തോളം, അതായത് LDC എക്സാം വരെയും നമ്മൾ അത് സക്സസ്ഫുള്ളി അത് പഠിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ഒരുപാട് കോഴ്സുകൾ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈവൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള ഇപ്പോഴത്തെ വന്ന നോട്ടിഫിക്കേഷനുള്ള എക്സാമുകളെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എന്നെ കുറിച്ചും അഡ്ഹോക്ക് ലേണിംഗിനെ കുറിച്ചും താൽക്കാലികമായിട്ട് നിങ്ങളോട് പറഞ്ഞു വെക്കാറുള്ളത്. സോ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. എന്തൊക്കെ പരീക്ഷകൾ
എന്തെല്ലാം യോഗ്യതകൾ, ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ പരീക്ഷകളാണ്, എന്തെല്ലാം യോഗ്യതകളാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് അതിനുള്ളിലേക്ക് കയറി ചെന്ന് ഓരോ നോട്ടിഫിക്കേഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം നോട്ടിഫിക്കേഷനുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. സോ അത് നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും. സോ ഇതിന് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ PSC എക്സാമുകൾ ഒരു 4 കാറ്റഗറൈസ് ചെയ്യാം. 1 10th ലെവൽ എക്സാമുകൾ, 2 12th ലെവൽ എക്സാമുകൾ, 3 ഡിഗ്രി ലെവൽ എക്സാമുകൾ, 4 മറ്റ് തല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള എക്സാമുകൾ. അതിലെ 10th ലെവൽ എക്സാമുകളിൽ എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെ, സാധാരണക്കാരുടെ AS എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു എക്സാമാണ് LDC എന്ന് പറയുന്നത്, ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന തസ്തിക LDC. ഈ LDC എന്ന് പറയുന്ന പോസ്റ്റ് എല്ലാ 3 വർഷം കൂടുമ്പോഴാണ്. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, 3 വർഷം കൂടുമ്പോഴാണ് നമുക്ക് LDC എന്ന് പറയുന്ന എക്സാം വിളിക്കുന്നത്. ഒരു സെക്കൻഡ്, ഞാനതൊന്ന് നോട്ട് ചെയ്യുന്ന ഭാഗം ഒന്ന് സ്ക്രീൻ ഒന്നുകൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. നോട്ട് ചെയ്തൊന്നും കാണുന്നില്ല തോന്നുന്നു. യെസ്, ഇപ്പൊ കാണാമെന്ന് വിചാരിക്കുന്നു. സോ LDC ആണ് ആദ്യത്തെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. 10th ലെവൽ എക്സാം ആണ്. ഇതിന്റെ ഏജ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 36 വയസ്സാണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള കാറ്റഗറിയിലുള്ളവർക്കാണ് ഈ LDC എക്സാം നമുക്ക് എഴുതാൻ പറ്റുക. ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇനി വരാനുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ഓൾറെഡി 2023 നോട്ടിഫിക്കേഷൻ വന്നു, 2024 LDC എക്സാംസ് കഴിഞ്ഞു, 2025 ഈ വർഷം നമ്മൾ പുതിയ ലിസ്റ്റ് ഓഗസ്റ്റ് മാസത്തോടുകൂടി പുതിയ റാങ്ക് ലിസ്റ്റ് വരാൻ പോവുകയാണ്. അപ്പൊ 2025 റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ 3 വർഷത്തോളമാണ് LDCയുടെ കാലാവധി. അപ്പൊ 3 വർഷം കഴിയുക എന്ന് പറയുമ്പോൾ 2028 ഇനി റാങ്ക് ലിസ്റ്റ് വന്നാൽ മതി. അതിനർത്ഥം 2027 PSC എക്സാം നടത്തണം. അപ്പൊ ആദ്യ പോസ്റ്റിനെ കുറിച്ച് മാത്രമാണ് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെയാണ്. അപ്പൊ 3 വർഷം കാലാവധി എന്ന് പറയുമ്പോൾ 2025 റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ കാലാവധി എപ്പോൾ അവസാനിക്കും? 2028 അല്ലെ. 28 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അങ്ങനെയാണെങ്കിൽ എക്സാം എപ്പോൾ നടത്തേണ്ടി വരും? PSC 2027 എക്സാം നടത്തേണ്ടി വരും. 2027 എക്സാം നടത്തണമെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ സാധാരണയായിട്ട് വരിക അതിന് തൊട്ടു മുമ്പത്തെ ഏകദേശം നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ്. അപ്പൊ 2026 ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. 2026. അപ്പൊ 36 വയസ്സാണ് ഇതിന്റെ കാറ്റഗറി, അതിന്റെ ഏജ് എന്ന് പറഞ്ഞു. അതുപോലെ 2026 നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. 2027 എക്സാം നടക്കും. ഓക്കെ, ദെൻ ASM അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. അത് ഓൾറെഡി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ 2024 വന്നു. 36 വയസ്സ് തന്നെയാണ് ഇതിന്റെ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. 2025 ഇതിന്റെ എക്സാം ഉണ്ട്. ഈ വർഷം നടക്കാൻ പോകുന്ന 10th ലെവൽ എക്സാമുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ 2025 വരും. ഈ വർഷം വരും. അടുത്ത വർഷം എക്സാം ഉണ്ടാവും 2026. ഒരു പക്ഷേ ഈ വർഷം അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ അടുത്ത വർഷമായിട്ട് ആദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു എക്സാം ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ഏജ് ബാർ സെയിം തന്നെ 36 വയസ്സ് തന്നെയാണ്.
അതുപോലെ തന്നെയാണ് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ. 10th ലെവലിൽ നിൽക്കുന്ന ഒരു യൂണിഫോംഡ് തസ്തികയാണ് APO അഥവാ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ. ഇത് 3 വർഷമാണ് കാലാവധി. അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറുടെ കാലാവധിയും 3 വർഷം തന്നെയാണ്. കഴിഞ്ഞ വർഷം അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ LDCക്ക് തൊട്ട് മുമ്പ്, LDCയുടെ റാങ്ക് ലിസ്റ്റ് ഈ വർഷമാണ് വരുന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ വർഷമാണ് APOയുടെ റാങ്ക് ലിസ്റ്റ് വന്നതെങ്കിൽ അപ്പോൾ LDCയേക്കാൾ 1 വർഷം മുമ്പ് ഇതിന്റെ എക്സാം നടക്കും. ഇതിന്റെയും നമ്മുടെ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 36 തന്നെയാണ്. 2025 നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. 2025 നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. 2026 എക്സാം നടക്കും. 2026 എക്സാം നടക്കും. 2025 ഈ വർഷം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. 2026 എക്സാം നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 10th ലെവൽ എന്ന് പറഞ്ഞാലും 7th സ്റ്റാൻഡേർഡ് മതി. ഡിഗ്രി പാടില്ല, ഡിഗ്രി ഉണ്ടാവാൻ പാടില്ലാത്ത എക്സാം ആണ് LGS, ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എന്ന് പറയുന്ന പോസ്റ്റ്. അതിന് ഡിഗ്രി പാടില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, 7ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതി LGSന്. അത്ര പോസ്റ്റാണ് LGS. ഇത് ഏജ് ക്രൈറ്റീരിയ സെയിം തന്നെയാണ്, ഇതേപോലെ തന്നെയാണ്. LDCയുടെ അതേപോലെ തന്നെ 2026 നോട്ടിഫിക്കേഷൻ വരും. 27 എക്സാം നടക്കും. 2027, കാരണം 2024 ഓൾറെഡി LGSന്റെ എക്സാം കഴിഞ്ഞു. ഇനി 2027 3 വർഷം കഴിഞ്ഞ് 2027 നമുക്ക് LGSന്റെ എക്സാം പ്രതീക്ഷിക്കാം. സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്നതിന്റെ എക്സാമിന്റെ പ്രിലിമിനറി എക്സാമുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻസ് എക്സാം എന്ന് പറയുന്നത് 2025 നടക്കാൻ പോവാണ്. അപ്പൊ ഈ വർഷം നമുക്ക് സെക്രട്ടേറിയറ്റ് OAയുടെ പ്രിലിംസും മെയിൻസും കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പൊ 2028 കൂടിയിട്ടായിരിക്കണം ഇനി എന്ത് ചെയ്യേണ്ടത്, അടുത്ത ഒരു റാങ്ക് ലിസ്റ്റ് വരേണ്ടതുള്ളൂ. അപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഈ LDC കഴിഞ്ഞ് നെക്സ്റ്റ് വർഷത്തേക്ക്, അതായത് 2025 തന്നെ ഒരു പക്ഷേ റാങ്ക് ലിസ്റ്റ് വരികയാണെങ്കിൽ ഇതേപോലെ 2026 നോട്ടിഫിക്കേഷൻ വന്ന 2027 എക്സാം നടക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പോസ്റ്റ്. ഓൾറെഡി അപ്ലൈ ചെയ്തവർക്ക് ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാവുന്നതാണ് സെക്രട്ടേറിയറ്റ് OA. ഇതും 10th ലെവലാണ്, 10th ലെവൽ എക്സാം ആണ്. അടുത്ത 12th ലെവൽ എക്സാമുകളിലേക്ക് കിടക്കാണ്. 12th ലെവൽ എക്സാമുകൾ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് സിവിൽ പോലീസ് ഓഫീസർ ആണ്. പോലീസ് കോൺസ്റ്റബിൾ അഥവാ സിവിൽ പോലീസ് ഓഫീസർ. അതിന്റെ തന്നെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഉണ്ട്, വുമൺ സിവിൽ പോലീസ് ഓഫീസർ ഉണ്ട്. അപ്പൊ ഈ CPO, വുമൺ CPO എന്ന് പറയുന്ന പോസ്റ്റ് എല്ലാ വർഷവും നടക്കുന്ന എക്സാം ആണ്. 1 വർഷമാണ് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. 1 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. എല്ലാ വർഷവും ഡിസംബർ മാസം നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത വർഷത്തോടുകൂടി, അടുത്ത വർഷം തന്നെ നെക്സ്റ്റ്, അപ്പൊ ഇപ്പൊ ഓൾറെഡി 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 2025 അതിന്റെ എക്സാം നടക്കും. 2025 എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് 2026 കൂടി നടക്കും. ഇതിന്റെ എക്സാം പാറ്റേണുകളും മറ്റു കാര്യങ്ങളും നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ വരുന്നുണ്ട്. സോ ഇപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഏജ് ക്രൈറ്റീരിയ മറ്റും മനസ്സിലാക്കി വെക്കാം. CPOന്റെ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ്. യങ് ഏജിൽ കയറേണ്ട ഒരു ജോലിയാണ്. അപ്പൊ 26 വയസ്സ് വരെയേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഏജ് ക്രൈറ്റീരിയ പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടും, 3 ഇയേഴ്സിന്റെ. അതുപോലെ SC ST കാറ്റഗറിക്ക് 5 ഇയേഴ്സിന്റെ, 5 വർഷത്തിന്റെ എന്ത് കിട്ടുന്നുണ്ട്, ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ അപ്പർ ഏജ് ലിമിറ്റ് എന്താണോ അവിടെ നിന്ന് 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതാണ് OBCയുടെ ഏജ് കാറ്റഗറി. ഇപ്പോഴത്തെ അപ്പർ ലിമിറ്റ് എത്രയാണോ അതിൽ നിന്ന് 5 കൂട്ടി കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് SC STയുടെ ഏജ് കാറ്റഗറി. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഏജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഏത് ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്? നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് ആണോ, എക്സാം നടക്കുന്ന ഡേറ്റ് ആണോ, റാങ്ക് ലിസ്റ്റ് വരുന്ന വർഷമാണോ, എന്താ നോക്കേണ്ടത് എന്നുള്ള ഒരു ഡൗട്ട് വരും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നോട്ടിഫിക്കേഷൻ ഏതു വർഷമാണോ വരുന്നത് ആ കലണ്ടർ ഇയറിന്റെ ജാനുവരി 2-ാം തീയതി, ജാനുവരി 1 കഴിഞ്ഞ് ജാനുവരി മാസം 2-ാം തീയതിയിലെ ഏജ് ആണ് നോക്കുന്നത്. മനസ്സിലായോ? എല്ലാ നോട്ടിഫിക്കേഷൻ, PSC നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, ജാനുവരി മാസം 2-ാം തീയതി നിങ്ങളുടെ ഏജ് ഈ പറഞ്ഞ ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടില്ല, മാക്സിമം ഏജ് ലിമിറ്റ് നിങ്ങൾ ക്രോസ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഡിസംബർ മാസങ്ങളിലെ PSC നോട്ടിഫിക്കേഷൻ തന്നെ ഇറക്കുന്നത്. കാരണം ആ വർഷം ഏജ് ലിമിറ്റ് കടക്കുന്ന ആൾക്കാരാ. ഒരു 3 ദിവസം കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നാൽ പോലും ഒരുപക്ഷെ ബാക്കി ഒരുപാട് പേര്, ഒരു വർഷത്തിന്റെ ഏജിലുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഡിസംബർ മാസങ്ങളിൽ സാധാരണയായിട്ട് വലിയ നോട്ടിഫിക്കേഷൻ. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഡിസംബറിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നു. അതുപോലെ നോട്ടിഫിക്കേഷൻസ് വരാൻ കാരണം അതാണ്. ഓക്കെ, സോ ഇനി സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്നത് C ആണ്. അടുത്ത സിവിൽ എക്സൈസ് ഓഫീസർ. സിവിൽ എക്സൈസ് ഓഫീസർ മിനിമം ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് 19 ആണ്, 18 അല്ല 19 ആണ്. മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത് 31 ആണ്. മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത് 31 ആണ്. ഇവിടെ OBC 3 വർഷം കൂടുമ്പോൾ 34 ആവും,
5 വർഷം കൂടുമ്പോൾ SC/ST 36 ആവും. ഓക്കെ, അതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയും എല്ലാ വർഷവും വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ്. എല്ലാ വർഷവും വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് സിവിൽ എക്സൈസ് ഓഫീസർ. ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം അപ്ലൈ ചെയ്യേണ്ട സമയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സിവിൽ എക്സൈസ് ഓഫീസർ, സിവിൽ പോലീസ് ഓഫീസർ ഒക്കെ, അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്തിടാം കേട്ടോ. അപ്പോൾ 2025 തന്നെ എക്സാം എഴുതാവുന്ന എക്സാമുകളാണ് CPO, CEO ഒക്കെ. അതേപോലെ തന്നെ ഫയർമാന്റെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. ജനുവരി 15 അതിന്റെ അവസാന തീയതി, അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ആവാറായി. സോ ഫയർമാനും ഇതേപോലെ തന്നെ 26 വയസ്സാണ്. 19 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഫയർമാൻ എന്ന് പറയുന്ന സ്കീം. ഓക്കെ, അപ്പൊ 19 to 26 ഫയർമാനും എല്ലാ വർഷവും വിളിക്കുന്ന എക്സാം ആണ്. ഓക്കെ, ഇതിനെല്ലാം ഫയർമാനൊക്കെ ആകുമ്പോൾ കൂടുതൽ എക്സ്ട്രാ സ്വിമ്മിംഗ് ടെസ്റ്റും കൂടി ഉണ്ട്. ഫിസിക്കൽ ടെസ്റ്റും ഉണ്ട്, സ്വിമ്മിംഗ് ടെസ്റ്റും ഉണ്ട്. ഞാൻ എക്സാം ക്രൈറ്റീരിയയിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. അതേപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും എല്ലാ വർഷവും വിളിക്കേണ്ടതാണ്. ഈ വർഷം വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ 2024 ഡിസംബർ മാസത്തെ നോട്ടിഫിക്കേഷനിൽ കണ്ടില്ല. പക്ഷെ 2025 എത്രയും പെട്ടെന്ന് വിളിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. 2025 നമുക്ക് പ്രതീക്ഷിക്കാം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 19 വയസ്സാണ് മിനിമം. മാക്സിമം ഏജ് ക്രൈറ്റീരിയ 30 വയസ്സാണ്. 30 വയസ്സ് വരെയാണ് നമുക്ക് ഈ എക്സാം നമുക്ക് എഴുതാൻ പറ്റുക. അതുപോലെ ഇനി ഡിഗ്രി ലെവലിലേക്ക് കടന്നു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഓൾറെഡി ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജനുവരി 29 അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ആണത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏജിന്റെ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു, ജനുവരി 2 തീയതി വെച്ചിട്ടാണ്. അപ്പൊ ഈ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ്? ചില കുട്ടികളുണ്ടാവാം ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആവാം, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവാം. അത്തരക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, ഞങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുമോ? കാരണം അടുത്ത വർഷം റിസൾട്ട് വരുള്ളൂ. ഇപ്പൊ എക്സാം എഴുതുകയാണ്, കോഴ്സ് കംപ്ലീറ്റ് ആയി, എക്സാമിന്റെ റിസൾട്ട് വരാനുണ്ട്. അങ്ങനെയുള്ള കുറെ ഡൗട്ടുകളുണ്ട്. അവരോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന് അത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്നാണോ ആ ഡേറ്റിന് തൊട്ട് മുമ്പ്, ആ അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് മുമ്പെങ്കിലും നമ്മൾ എക്സാം ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവണം. വിച്ച് മീൻസ് അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടാവണം, റിസൾട്ടിൽ പാസ് ആയിട്ടുണ്ടാവണം. മനസ്സിലായോ? ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ എക്സാമിന്റെ റിസൾട്ട് വന്ന് നിങ്ങൾ പാസ്സായിട്ട്, അതായത് ആ എക്സാം ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവണം. അവസാന തീയതി അവിടെ ജനുവരി 2 ക്രൈറ്റീരിയ പകരം എന്താണ് നമ്മുടെ നോട്ടിഫിക്കേഷന്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാണോ ആ ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങൾ എന്താവണം? ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവണം. ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് LSTA സെക്രട്ടറി ആണ്. LSTA സെക്രട്ടറി നമ്മുടെ LDC പോലെ കഴിഞ്ഞ വർഷം നടന്ന എക്സാം ആണ്. ഇതെല്ലാം 36 വയസ്സ് തന്നെയാണ് കേട്ടോ. ഏജ് ക്രൈറ്റീരിയ 36 വയസ്സ് തന്നെ. LSTA സെക്രട്ടറി, അതായത് ലോക്കൽ സെൽഫ് ഗവർണൻസ് ബോഡീസിലെ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ്, ഇത്തരം ആ പോസ്റ്റിലേക്കുള്ള എക്സാം ആദ്യമായിട്ട് കഴിഞ്ഞ വർഷമാണ് കേരള PSC കണ്ടക്ട് ചെയ്തത്. അതിന്റെ റാങ്ക് ലിസ്റ്റ് ഇതാ വരാൻ പോവാണ്. 2025 എത്രയും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് PSCയുടെ തീരുമാനമായിട്ടുണ്ട്. അപ്പൊ 2025 റാങ്ക് ലിസ്റ്റ് വന്നാൽ LDC പറഞ്ഞതുപോലെ തന്നെ 2028 അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. 27 എക്സാം നടക്കും, 2026 നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അടുത്ത വർഷമാണ് LSTSന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരാം. 2026 നോട്ടിഫിക്കേഷൻ വന്നാൽ 2027 എക്സാം നടക്കാം. സോ LDCയും 2027 LSTA സെക്രട്ടറി എന്ന് പറയുന്ന എക്സാമും 2027 നടക്കാനുള്ള എക്സാം ആണ്. ഇനി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിലെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കേരള PSC നടത്തുന്ന എക്സാം ആണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്നത്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. 2025 ഡിസംബറിലെ ഓൾറെഡി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. ജനുവരി 29 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിനും ഞാൻ മുമ്പ് ഇതിന്റെ ഒരു ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മിനിമം ഏജ് ക്രൈറ്റീരിയ 20 വയസ്സെങ്കിലും വേണം. അതുപോലെ LSTA സെക്രട്ടറിക്ക് 36 വയസ്സ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന് 20 വയസ്സ് മിനിമം വേണം. മാക്സിമം വയസ്സ് എന്ന് പറയുന്നത് 31 ആണ്. മാക്സിമം ഏജ് എന്ന് പറയുന്നത് 31. 20 വയസ്സ് മുതൽ 31 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഇവിടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എഴുതാൻ പറ്റുക. പക്ഷെ ഓൾറെഡി ഞാൻ പറഞ്ഞു, OBCക്ക് 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്, SC/STക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അതേപോലെ എക്സൈസ് ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പോലെ തന്നെ എല്ലാ വർഷവും വിളിക്കേണ്ട ഡിഗ്രി ലെവൽ എക്സാം ആണ്. 1 വർഷമാണ് അതിന്റെ കാലാവധി. കഴിഞ്ഞ എക്സൈസ് ഇൻസ്പെക്ടറുടെ റാങ്ക് ലിസ്റ്റ് തീരാറായിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 2024 ഡിസംബറിൽ എക്സൈസ് ഇൻസ്പെക്ടറിന് നോട്ടിഫിക്കേഷൻ വന്നില്ല. അധികം വൈകാതെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം 2025 തന്നെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാൻ പോവാ.
സോ എക്സൈസ് ഇൻസ്പെക്ടറുടെ നോട്ടിഫിക്കേഷൻ അധികം വൈകാതെ ഈ വർഷം തന്നെ ഉണ്ടാവാനും അതിന്റെ എക്സാമും ഈ വർഷം തന്നെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. PSC താൽക്കാലികമായിട്ട് വിട്ടുപോയതാണോ എന്ന് സംശയമുണ്ട്. പക്ഷെ എക്സൈസ് ഇൻസ്പെക്ടർ വരാൻ വളരെയധികം സാധ്യതയുണ്ട്. വളരെ പോസ്റ്റുകൾ, വേക്കൻസികളെല്ലാം കുറവാണ്. പക്ഷെ എങ്കിൽ കൂടിയും എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഈ യൂണിഫോംഡ് ഫോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഡിഗ്രി ലെവൽ എക്സാമുകളിൽ, ഡിഗ്രി ലെവൽ യൂണിഫോംഡ് കോഴ്സുകളിൽ ഏറ്റവും ബെസ്റ്റ് പോസ്റ്റ് എന്ന് പറയാവുന്ന ഒന്നാണ് എക്സൈസ് ഇൻസ്പെക്ടർ. ഓക്കെ, സോ എക്സൈസ് ഇൻസ്പെക്ടർ. അടുത്ത അസിസ്റ്റന്റ് ജയിലർ. അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്നത് 3 വർഷം കൂടുമ്പോൾ വരുന്ന പോസ്റ്റാണ്. 3 വർഷം, ഓരോ 3 വർഷത്തിലുമാണ് അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റ് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ 2023 നമ്മുടെ നോട്ടിഫിക്കേഷൻ. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് 2023 വന്നിട്ടുണ്ട്. 2023-24 കാലഘട്ടത്തിൽ. അതിനുശേഷം ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ LDC പോലെ തന്നെ അടുത്ത വർഷം 2026 ഇതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അസിസ്റ്റന്റ് ജയിലറിന്റെ നോട്ടിഫിക്കേഷൻ 2026 നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി കോർപ്പറേഷനും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ വർഷം എക്സാം നടക്കുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കഴിഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡിഗ്രി ലെവൽ എക്സാമുകളാണ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റും കമ്പനി കോർപ്പറേഷൻ ബോർഡ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിലെ KICB, KSFE അതുപോലെയുള്ള സ്ഥാപനങ്ങളിലെ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ്. നല്ല പോസ്റ്റുകളാണ് രണ്ടും. ഈ 2 ഡിഗ്രി ലെവൽ എക്സാമും 2025 നോട്ടിഫിക്കേഷൻ വരും. ഈ വർഷം അവസാനത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വരും. 2026 ഇതിന്റെ എക്സാം നടക്കും. ഏജ് ക്രൈറ്റീരിയ എല്ലാം സെയിം തന്നെയാണ്. ഈ അസിസ്റ്റന്റ് ജയിലർക്കും നമുക്ക് 18-36 ആണ് കേട്ടോ. ഏജ് ക്രൈറ്റീരിയ 18-36. എക്സൈസ് ഇൻസ്പെക്ടർ ഞാൻ പറഞ്ഞില്ലല്ലോ, 19 മിനിമം ഏജ്, മാക്സിമം 31. സബ് ഇൻസ്പെക്ടർ പോലെ തന്നെയാണ് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ, 31 മാക്സിമം. പക്ഷെ മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർക്ക് 20-ഉം എക്സൈസ് ഇൻസ്പെക്ടർക്ക് 19. സോറി. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സാധാരണ പോലെ 18 മുതൽ 36 വയസ്സ് വരെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി കോർപ്പറേഷൻ. അതുപോലെ അടുത്ത വളരെ പ്രസ്റ്റീജിയസ് എന്ന് പറഞ്ഞാൽ വരാം, കേരള PSC നടത്തുന്ന ഏറ്റവും വലിയ എക്സാം എന്നറിയപ്പെടുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, KAS എന്ന് പറയുന്ന സർവീസാണ്. കേരള PSC ആകെ ഒരു തവണ മാത്രമാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ നടത്തി, ഇതിന്റെ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുള്ളത്. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും ആൾക്കാർ ഒരുപാട് പേര് കയറിയിട്ടുണ്ടായിരുന്നു. അത് പത്രത്തിലൂടെ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അവരുടെയൊക്കെ ഫോട്ടോ പോലും പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ KAS പുതിയ വിജ്ഞാപനം എല്ലാ വർഷവും വരും എന്ന് പറയുന്നുണ്ട്. ഇതുവരെ വന്നിട്ടില്ല രണ്ടാമത്തെ ഒരു വിജ്ഞാപനം. പക്ഷെ ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാം 2025 നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഈ അടുത്ത് വീണ്ടും ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഈ വർഷം നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. സാധാരണ ലെവൽ എക്സാം അല്ല, ഓൾമോസ്റ്റ് ഒരു സിവിൽ സർവീസ് പോലെയുള്ള ഒരു ടൈപ്പ് ഓഫ് എക്സാം ആണ്. അപ്പൊ KAS എന്ന് പറയുന്ന എക്സാം. നമ്മൾ ഇന്ന് ജനറൽ ആയിട്ടുള്ള PSCകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ കൂടിയും മറ്റ് കുറച്ച് മേഖലകളിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മറ്റ് എക്സാമുകൾ നടത്തുന്നുണ്ട്. അതും കൂടി നിങ്ങൾക്ക് നോക്കി പോവാം. അത് ഒന്ന് അസിസ്റ്റന്റ് പ്രൊഫസറാണ്, നമ്മുടെ പല കോളേജുകളിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാര്. അതുപോലെ തന്നെ കുറച്ച് ഇതൊക്കെ ഞാൻ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ മാത്രം പറയുന്ന കേട്ടോ. ഒരുപാട് പോസ്റ്റുകളുണ്ട്, ഒരുപാട് പോസ്റ്റുകളുണ്ട് PSCക്ക് അണ്ടറിലെ. പക്ഷെ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. പിന്നെ അതുപോലെ ലീഗൽ അസിസ്റ്റന്റ് ഇപ്പൊ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. LLB-കാർക്ക് അപ്ലൈ ചെയ്യാവുന്ന, എൻറോൾഡ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സിന് ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ് ലീഗൽ അസിസ്റ്റന്റ്. ഓൾറെഡി ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ എന്നുള്ള തസ്തിക HSA എന്ന് പറയുന്ന പോസ്റ്റ്, LPSA, UPSA, പിന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, BTech ഒക്കെ ഉള്ള ആൾക്കാർക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ AE എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള എക്സാം. അതുപോലെ HSST, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, അങ്ങനെ തുടങ്ങി ഒരുപാട് എക്സാമുകൾ വേറെ PSC കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന് സെപ്പറേറ്റ് ക്വാളിഫിക്കേഷൻസ് വേണം. അതിന്റെ ഞാൻ ഇപ്പോ ലീഗൽ അസിസ്റ്റന്റ്, ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലീഗൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് LLB പഠിച്ച് അത് എൻറോൾഡ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സിന് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഓരോ അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ നമുക്കറിയാം നെറ്റ് ക്വാളിഫൈഡ് ആവണം. UGC നെറ്റ് ക്വാളിഫൈഡ് ആവണം. അതുപോലെ LPSA, UPSA പോലെയുള്ള പോസ്റ്റുകൾക്ക് പല ക്രൈറ്റീരിയകൾ പറയുന്നത്. സെറ്റ് എന്ന് പറയുന്ന എക്സാം ഉണ്ട്, കേട്ടറ്റ് എന്ന് പറയുന്ന എക്സാം ഉണ്ട്. അതിന്റെ പല ലെവൽ ഓഫ് എക്സാമുകളുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ എന്ത് ചെയ്യണില്ല, കിടക്കണില്ല. അപ്പൊ അതെല്ലാവർക്കും ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് കിടക്കാം. ഇതുവരെ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വോയിസ് ഞാൻ എനേബിൾ ചെയ്തിട്ടില്ല.
നിങ്ങളുടെ ചാറ്റ് ബോക്സ് എനേബിൾഡ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുവരെയുള്ളത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒന്ന് പറഞ്ഞു പോവാം. ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, ഒന്ന് മാർക്ക് ചെയ്ത് പോവാം. ആ ഓൺ ദ സ്പോട്ടിൽ പറയാവുന്ന ഡൗട്ടുകളാണെങ്കിൽ ഞാൻ ഓൺ ദ സ്പോട്ടിൽ ക്ലിയർ ചെയ്ത് തരാം. അല്ലെങ്കിൽ ഞാൻ അവസാനത്തേക്ക് ആ ഡൗട്ടുകൾ മാറ്റിവെച്ച് അവസാനം നമ്മുടെ സെഷൻ അവസാനം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പരീക്ഷ രീതികൾ എങ്ങനെ എന്നുള്ളതാണ്. പരീക്ഷ രീതികൾ എങ്ങനെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പ്രിലിമിനറി എന്ന് പറയുന്ന എക്സാം ഉണ്ട്, മെയിൻസ് എന്ന് പറയുന്ന എക്സാം ഉണ്ട്. ഈ ടേംസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പ്രിലിമിനറി, മെയിൻസ്, ഫിസിക്കൽ ടെസ്റ്റ്, ഇന്റർവ്യൂ, ഇങ്ങനെ പല പല ഘട്ടങ്ങളുണ്ട് അല്ലെ. എല്ലാ എക്സാമുകൾക്കും ഇതെല്ലാം ഉണ്ടോ? ഇല്ല, എല്ലാ എക്സാമുകൾക്കും ഇതൊന്നുമില്ല. ഈ പറഞ്ഞ കുറച്ചു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിലെ LDC യെ കുറിച്ച് എടുക്കാം. LDC എന്ന് പറഞ്ഞു കഴിഞ്ഞാല് LDCക്ക് പ്രിലിമിനറി മെയിൻസ് ഉണ്ടായിരുന്നു, കേരള PSC കൊണ്ടുവന്നിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷത്തോടു കൂടി അത് എന്ത് ചെയ്തു, LDCക്ക് പ്രിലിംസ് വേണ്ട, ഡയറക്ട്ലി മെയിൻസ് എക്സാം നടത്താം എന്നുള്ള തീരുമാനം എടുത്തു. അതുപോലെ CPO, സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, BFO, ഇതിനെല്ലാം +2 ലെവൽ എന്ന് പറയുന്ന ഒരു പ്രിലിംസ് എക്സാം ആദ്യം കണ്ടക്ട് ചെയ്തിരുന്നു. അതിനുശേഷം മെയിൻസ് എക്സാം നടത്തിയിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല, ഇതെല്ലാം ഡയറക്റ്റ് എക്സാം ആണ്, ഡയറക്റ്റ് മെയിൻസ് ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എടുക്കാം, ഈ വർഷം നടക്കാൻ പോകുന്ന എക്സാം ആണ്. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഈ തുടങ്ങിയുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് എന്തുണ്ട്, ഡിഗ്രി ലെവൽ പ്രിലിംസ് ഉണ്ട്. സോറി, ഡിഗ്രി ലെവൽ പ്രിലിംസ് ഉണ്ട്. സോ ഈ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഡിഗ്രി ലെവൽ മെയിൻസ് നടത്തുന്നത്. ഓക്കെ, അപ്പോ ഇതുപോലെ ചില എക്സാമുകൾക്ക് പ്രിലിംസ് ഉണ്ട്, ചില എക്സാമുകൾക്ക് മെയിൻസ് ഉണ്ട്. എന്താണ് പ്രിലിംസും മെയിൻസ് എന്ന് പറയുന്നത്? പ്രിലിംസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആ ഒരു 10th ലെവലാണ് എന്ന് വിചാരിക്കും. ഇപ്പൊ ഡിഗ്രി ലെവലിന്റെ കാര്യം എടുക്കും. ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് ഉണ്ട്, അതുപോലെ SA എന്ന് പറയുന്ന എക്സാം ഉണ്ട്. 2 എക്സാം മാത്രം എടുക്കും. കുറെ എക്സാമുകൾ ഉണ്ട്, പക്ഷെ എങ്കിലും ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഈ 2 എക്സാം മാത്രം എടുക്കാം. ഈ 2 എക്സാമിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഞാൻ ഈ 2 എക്സാമിന് അപ്ലൈ ചെയ്തു. രണ്ടിനും ക്വാളിഫിക്കേഷൻ എന്താ, ഡിഗ്രിയാണ്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യും, ഡിഗ്രി ലെവലിന്റെ പ്രിലിംസ് എക്സാം നടക്കും. ഡിഗ്രി ലെവൽ പ്രിലിംസ്. അപ്പൊ എനിക്ക് ഈ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഒരു അഡ്മിറ്റ് കാർഡ്, ഹോൾ ടിക്കറ്റ് വരും, എക്സാം ഡേറ്റ് ഒക്കെ വെച്ചിട്ട്. ആ ഹോൾ ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും ഞാൻ ഏതെല്ലാം പോസ്റ്റിലേക്കുള്ള പ്രിലിമിനറി എക്സാം ആണ് എഴുതാൻ പോണേ എന്നുള്ളത്. അപ്പൊ അതിനകത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് എഴുതിയിട്ടുണ്ടാവും, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉണ്ടെങ്കിൽ അത് എഴുതിയിട്ടുണ്ടാവും. വേറെ ഏതെങ്കിലും പോസ്റ്റ് ഉണ്ടെങ്കിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന് ഓപ്പൺ മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ 2 കാറ്റഗറീസ് ഉണ്ട് അല്ലെ. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം എന്റെ ഹോൾ ടിക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത്ര ഒരു 5 എക്സാം ആണെങ്കിൽ 5 എക്സാമാണ് ഞാൻ എഴുതുന്നുണ്ട്. മനസ്സിലായോ? അതിനുശേഷം ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതിയതിനു ശേഷം എന്തുണ്ടാവും, കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ റിസൾട്ട് വരും. എങ്ങനെ വരാന്നറിയോ? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിന്റെ റിസൾട്ട്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ പ്രിലിംസിന്റെ റിസൾട്ട്, ഇതെല്ലാം വേറെ വേറെ ആയിട്ട് വരും. ശരിക്കും ഒറ്റ പ്രിലിംസിൽ എഴുതിയുള്ള ഒറ്റ റിസൾട്ട് അല്ലേ? അല്ല, റിസൾട്ടുകൾ പലതാണ്. നമ്മൾ ഏതൊക്കെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസ് ആണ് എഴുതിയത്, അതിന് ഓരോ എക്സാമിനും സെപ്പറേറ്റ് പ്രിലിംസിന്റെ ലിസ്റ്റ് ആണ് വരിക. പ്രിലിംസ് പാസ്സായോ പാസ്സായില്ലോ എന്നുള്ളതിന്റെ കട്ട് ഓഫ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. കാരണം എന്താ നോക്കൂ, ഇപ്പോ ഒരു എക്സാമിന് 1000 വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു എക്സാമിന് 1000 വേക്കൻസീസ് ആണ് നമ്മൾ അടുത്ത 3 വർഷത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യാൻ PSC ഉദ്ദേശിക്കുന്നത്. ഏകദേശം 1000 വേക്കൻസി വരുമെന്ന് വിചാരിക്കാം. അപ്പോ ലക്ഷക്കണക്കിന് ആൾക്കാർ എക്സാം എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്നും PSC തീരുമാനിക്കും ഇതിന്റെ ഒരു 20 ടൈംസ്, അത് PSCയുടെ തീരുമാനമാണ് കേട്ടോ. 20 ഒക്കെ റഫ് സ്കെച്ചിന് ഞാൻ പറയാണ്. ഒരു 20 ടൈംസ് ആൾക്കാര് പ്രിലിംസ് പാസ് ആയിക്കോട്ടെ എന്ന് ആര് തീരുമാനിക്കുകയാണ്? PSC തീരുമാനിക്കുക. അപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ കാര്യമാണെന്ന് വിചാരിക്കാം. സെക്രട്ടറി അസിസ്റ്റന്റ് 1000 വേക്കൻസി എന്നല്ല ഞാൻ പറയുന്നത്, ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. 1000 വേക്കൻസി ആണ് ഉള്ളത്. അതിന്റെ 20 ടൈംസ് ആൾക്കാര് മെയിൻസ് എക്സാം എഴുതിക്കോട്ടെ എന്ന് PSC കണക്കാക്കാണ്, പ്രിലിംസ് പാസ് ആയിക്കോട്ടെ എന്ന്. അപ്പൊ എത്ര പേര് പാസ്സാവും? 20,000 പേര് പാസ്സാവും. 20,000 പേര് എന്ത് പാസ്സാവും? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് പാസ്സാവും. അപ്പൊ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എത്രയാണെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ 20,000ാമത്തെ ആളുടെ മാർക്ക് എത്രയാണോ ആ മാർക്ക്, അതാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഒരു റാങ്ക് ലിസ്റ്റിലെ അവസാനത്തെ ആളുടെ മാർക്ക് എത്രയാണോ അതാണ് കട്ട് ഓഫ്. പലരും നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ പലരും ചോദിക്കും ഇതിന്റെ കട്ട് ഓഫ് എത്രയായിരിക്കും, ഇതിന് എത്ര മാർക്ക് കിട്ടിയ ജോലി കിട്ടും? അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, നമുക്ക് എത്ര വേക്കൻസി ആണോ ഉള്ളത് അതിന്റെ എത്ര മൾട്ടിപ്പിൾ ടൈംസ് ആൾക്കാരെയാണോ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ അവസാനത്തെ റാങ്കുകാരൻ ആരാണോ ആ ആളുടെ മാർക്കാണ് കട്ട് ഓഫ്.
അല്ലാതെ 60 മാർക്ക് കട്ട് ഓഫ് എന്ന് തീരുമാനിച്ച് 60 മുകളിലുള്ള എല്ലാവരും പാസ്സാക്കാം എന്ന് വിചാരിക്കല്ല ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ കട്ട് ഓഫിനെ കുറിച്ച് ഒരു മിഥ്യാധാരണ പലർക്കും ഉണ്ട്. കട്ട് ഓഫ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലാണ്. വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ എത്ര മൾട്ടിപ്പിൾസ് ആൾക്കാർ വേണോ, അതിന്റെ അവസാനത്തെ ആൾക്ക് എത്ര മാർക്കാണോ കിട്ടിയത്, ദാറ്റ് ഈസ് കട്ട് ഓഫ്. മനസ്സിലായോ? ഇനി ഇത് സെക്രട്ടറി അസിസ്റ്റന്റിന്റെ ഒരു പ്രിലിംസിന്റെ റിസൾട്ട് വന്നു. അപ്പുറത്തെ SIയുടെ റിസൾട്ട് വരികയാണ്. അപ്പൊ SIക്ക് ഇപ്പോ നിങ്ങൾ ഞാൻ പറയാണ് ഒരു 200 വേക്കൻസി ഉള്ളൂ എന്ന് വിചാരിക്കാം. 200 വേക്കൻസി ഉള്ളൂ. അപ്പോ PSC തീരുമാനിക്കുകയാണ് ഇതേപോലെ തന്നെ ഇൻറ്റു 20 ടൈംസ് ആൾക്കാരെ ഉൾപ്പെടുത്താം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആകെ എത്ര പേരുണ്ടാവുള്ളൂ? ആകെ 4000 പേര് ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ അല്ലെ. ചിലപ്പോ PSC വിചാരിക്കും 20 ടൈംസ് വേണ്ട, ഇതൊരു 40 ടൈംസ് ആൾക്കാരെ ഉൾപ്പെടുത്താം എന്ന് വിചാരിക്കും. കാരണം എന്താണെന്നറിയോ? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് കഴിഞ്ഞ മെയിൻസും കഴിഞ്ഞാൽ കഴിഞ്ഞു. SIക്ക് അങ്ങനെയല്ല. പ്രിലിംസും കഴിഞ്ഞ് മെയിൻസ് കഴിഞ്ഞ് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, അത് പാസ്സാവണം. അപ്പൊ അവിടെ കുറെ പേരെ ചെയ്യും. അത് കഴിഞ്ഞ് എന്തുണ്ട്? അതിന്റെ ഇന്റർവ്യൂ ഉണ്ട്, അവിടെ കുറച്ച് പേര് മാർക്ക് കുറയും അല്ലെ. അപ്പൊ അങ്ങനെ വിചാരിക്കുമ്പോ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർ ഉൾപ്പെടുത്തിയാലോ എന്ന് വിചാരിക്കാം. അപ്പോഴും 200 × 40 ഒരു 8000 പേരുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോ പ്രിലിംസിന്റെ കട്ട് ഓഫ് എത്രയായിരിക്കും? സെയിം ഡിഗ്രി ലെവൽ എക്സാമില് ഈ SI എക്സാം എഴുതിയ ആൾക്കാരെ മാത്രം എടുക്കട്ടെ, അതിൽ 8000ാമത്തെ ആളുടെ മാർക്ക് എത്രയാണോ അതാണ് ആ പ്രിലിംസിന്റെ കട്ട് ഓഫ്. മനസ്സിലായോ? അങ്ങനെയാണ് ഓരോ പരീക്ഷ, പ്രിലിംസ് എന്നല്ല മെയിൻസ് ആയിക്കോട്ടെ, ഏത് പരീക്ഷ ആയിക്കോട്ടെ, അത്തരം കട്ട് ഓഫുകളെല്ലാം തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ്. എത്ര പേരെയാണോ ഈ എക്സാം പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ അവസാനത്തെ എണ്ണം നമ്പർ ഏതാണ് വരുന്നത്, ആ നമ്പറിൽ വരുന്ന മാർക്ക് എത്രയാണോ അതാണ് കട്ട് ഓഫ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, എക്സാം വെറുതെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് കഴിഞ്ഞ വർഷത്തെ മാർക്ക് എത്രയാണെന്ന് നോക്കി ഈ വർഷത്തെ കട്ട് ഓഫ് എത്രയാണെന്നൊന്നും നമുക്ക് പ്രവചിക്കാനേ പറ്റില്ല. മനസ്സിലായോ? അത് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഏകദേശ പ്രവചനങ്ങൾ നടത്താം. കാരണം എക്സാം കഴിയുമ്പോൾ നമുക്ക് ടഫ് ആണോ ഈസി ആണോ എന്ന് മനസ്സിലാവും. ഈസി ആണെങ്കിൽ അതിനർത്ഥം എന്താ? കുറെ പേർക്ക് മാർക്ക് കൂടുതൽ കിട്ടും. അപ്പൊ 20,000 പേർക്ക് ചിലപ്പോൾ എന്തായിരിക്കും? നല്ല മാർക്കുള്ള 20,000 പേരോളം ഉണ്ടായേക്കാം അല്ലെ. അപ്പൊ അത് കാരണം ചിലപ്പോൾ നല്ല ഈസി എക്സാം ആണെങ്കിൽ 85ഓ 90ഓ മാർക്ക് കിട്ടുന്ന ഒരുപാട് പേരുണ്ടെങ്കിലോ, അപ്പൊ അതായിരിക്കാം കട്ട് ഓഫ്. അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം 60ആയിരുന്നു കട്ട് ഓഫ്, അത് കാരണം ഞാൻ 65 വാങ്ങി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ? ഈ പ്രാവശ്യം എക്സാം ഈസിയാണ്, എല്ലാവർക്കും 70, 80, 70, 85 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് 65 കിട്ടിയെന്ന് പറഞ്ഞ മാർക്കാണോ? അല്ല. കഴിഞ്ഞ വർഷം ഭയങ്കര ടഫായിരുന്നു, അപ്പൊ 65 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയാനെ. മനസ്സിലായി? ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 198 മാർക്ക് വാങ്ങിയിട്ടുള്ള ആളാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ കട്ട് ഓഫിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു വിദ്യാധാരണയിലെ ഒരു റഫ് സ്കെച്ച് ഇട്ട് വെറുതെ ഒരു നമ്പർ പറയരുത്. ഈസി എക്സാം ആണെങ്കിൽ കട്ട് ഓഫ് കൂടും, ടഫ് ആയിട്ടുള്ള എക്സാം ആണെങ്കിൽ കട്ട് ഓഫ് ഒബ്വിയസ്ലി കുറയും. കാരണം എന്താ? ടഫാണ്, അപ്പൊ എല്ലാവരും മാർക്ക് കുറയാണ്. അപ്പൊ ഈ പറഞ്ഞ 20,000ാമത്തെ ആളുടെ മാർക്ക് എന്ന് പറയുമ്പോൾ കുറഞ്ഞ മാർക്കായിരിക്കും 20,000 പേര് എടുക്കുകയാണെങ്കിൽ. മനസ്സിലായോ? അപ്പൊ ഏകദേശം ഒരു റഫ് സ്കെച്ച് നമ്പർ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോ പ്രിലിമിനറി എക്സാമുകൾ പല എക്സാമുകൾക്കും ഉണ്ട്. അപ്പൊ LDC എക്സാമിന് പ്രിലിംസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. +2 ലെവലിന്റെ മറ്റ് പല എക്സാമുകൾക്കും ഇപ്പോ പ്രിലിംസ് ഇല്ല. അതുപോലെ സെക്രട്ടറി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന് പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. അതുപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പോലെയുള്ള എക്സാമുകൾ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, ഇത്തരം എക്സാമുകൾക്ക് എന്തുണ്ട്? അതിന്റെ ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ്, അതുപോലെ LSG സെക്രട്ടറി, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി, ഇത്തരം പരീക്ഷകൾക്ക് മെയിൻ എക്സാമിൽ തന്നെ 2 പേപ്പറാണ്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2, 2 പേപ്പർ. ബാക്കി ഞാൻ പറഞ്ഞ ലിസ്റ്റിലുള്ള എക്സാമുകൾക്കെല്ലാം മെയിൻസ് എക്സാമിനെ, ഡയറക്റ്റ് എക്സാം, പ്രിലിമിനറി ഇല്ലാതെയുള്ള മെയിൻസ് ആണെങ്കിലും പ്രിലിംസ് കഴിഞ്ഞിട്ടുള്ള മെയിൻസ് ആണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് എക്സാം ആയിക്കോട്ടെ, മെയിൻസിനെല്ലാം ഒറ്റ പേപ്പറിൽ കഴിയുന്ന എക്സാമുകളാണ് സാധാരണ. കേസ് ഡിഫറെന്റ് ആണ് കേട്ടോ. കേസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടല്ലോ, അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് തന്നെ ഒരു സെഷനിലേക്കുള്ളതുണ്ട്. സോ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യണില്ല. സാധാരണ ജനറൽ PSCകളിലെ പ്രിലിമിനറി എക്സാം ഉണ്ട്, മെയിൻസ് എക്സാം ഉണ്ട്. മെയിൻസ് എക്സാമിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും LSG സെക്രട്ടറി പോലുള്ള പോസ്റ്റുകളിൽ 2 പേപ്പർ ആണ് മെയിൻസിന് മാത്രം വരുന്നത്. രാവിലെയും ഉച്ചയ്ക്ക് ശേഷമായിട്ട് 2 പേപ്പർ എക്സാം ഉണ്ടാവും. അപ്പൊ 2 മാർക്കും കൂടിയിട്ട് 100, 100, 200 മാർക്കിന്റെ മെയിൻസ് എക്സാം ആയിരിക്കും ഇതുപോലെയുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും അതുപോലെ തന്നെ LSG സെക്രട്ടറിക്കും ഉള്ളത്. മറ്റുള്ള എക്സാമുകൾക്ക് ഇതുവരെ 2 പേപ്പർ പറഞ്ഞിട്ടില്ല, ഭാവിയിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം. അതുപോലെ ഫിസിക്കൽ ടെസ്റ്റ്, യൂണിഫോംഡ് തസ്തികൾക്ക് എല്ലാം എന്തുണ്ട്? ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. എല്ലാ യൂണിഫോംഡ് തസ്തികൾക്കും ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു നോർമൽ ആയിട്ട് നടക്കുന്ന ഒരു ഫിസിക്കൽ ടെസ്റ്റിന്റെ ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പം ഞാൻ APOന്റെ ആണെങ്കിലും അതുപോലെ ഫയർമാന്റെ ആണെങ്കിലും അതിന്റെ എല്ലാം ഫിസിക്കൽ ടെസ്റ്റ് പോയ സമയത്തൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു 8 ടൈപ്പ് ഓഫ് ഫിസിക്കൽ ടെസ്റ്റുകൾ, അതിൽ 5 എണ്ണം പാസ്സാവണം എന്നുള്ളതാണ്.
അപ്പൊ 8 ഐറ്റംസ് എന്ന് പറയുന്നത് 100 മീറ്റർ ഓട്ടം, അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഹൈ ജമ്പ് കഴിഞ്ഞാൽ ലോങ് ജമ്പ് ഉണ്ടാവും, ലോങ് ജമ്പ് കഴിഞ്ഞാൽ ഷോർട്ട് പുട്ട് ഉണ്ടാവും, അതുപോലെ ബോൾ ത്രോയിങ് ഉണ്ടാവും, റോപ്പ് ക്ലൈംബിംഗ് ഉണ്ടാവും, അതുപോലെ നമ്മുടെ ചിന്നപ്സ് എന്ന് പറയുന്ന ഒരു ചിന്നപ്സ് ഉണ്ടായിരിക്കും, അതുപോലെ നമ്മുടെ 1500 മീറ്ററിന്റെ ഓട്ടം. അങ്ങനെ 8 ഐറ്റംസിലെ 5 എണ്ണം പാസ്സാവണം. ഇതിനെല്ലാം എത്ര സമയം, 100 മീറ്റർ ആണെങ്കിൽ എത്ര സെക്കൻഡ്, 14 സെക്കൻഡിനുള്ളിൽ വേണമെന്നുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ അതിനകത്ത് ചെറിയ കുറവുകളുണ്ട്. അതുപോലെ തന്നെ 1500 മീറ്റർ ആണെങ്കിൽ ഇത്ര സമയം കൊണ്ട് എത്തണം, ഹൈ ജമ്പ് ആണെങ്കിൽ ഇത്ര ഉയരം ചാടണം, ലോങ് ജമ്പ് ആണെങ്കിൽ ഇത്ര നീളത്തിലേക്ക് ചാടണം, ചിന്നപ്പാണെങ്കിൽ 8 പ്രാവശ്യം ചിന്നപ്പ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ചിന്നപ്പ് 8 എണ്ണം എടുക്കണം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഷോർട്ട് പുട്ട് ആണെങ്കിൽ ഇത്ര വെയിറ്റ് ഉള്ള പുട്ട്, അത് ഷോട്ട്, അത് ഇത്ര ദൂരത്തേക്ക് പുട്ട് ചെയ്യണമെന്നുണ്ട്. അത്തരത്തിലുള്ള ക്രൈറ്റീരിയ എല്ലാം ഉണ്ട്. അതുപോലെ റോപ്പ് ക്ലൈംബിംഗ് ആണെങ്കിലും മുകളിൽ ഒരു റെഡ് റിബൺ കെട്ടിയിട്ടുണ്ടാവും, അത് ക്രോസ് ചെയ്ത് പിടിക്കുന്ന തരത്തിൽ നമ്മൾ കാല് ഉപയോഗിക്കാതെ കൈ കൊണ്ട് മാത്രം കയറി അതുപോലെ തന്നെ ഇറങ്ങണം എന്നുള്ളത് ക്രൈറ്റീരിയ അല്ല, കയറണം എന്നുള്ളതാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ 5 ഫിസിക്കൽ എക്സാമുകൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂണിഫോംഡ് തസ്തികകളിലെ പാസ്സാവാം. ഇനി എസ് എ പോലുള്ള എക്സാമുകളാണെങ്കിൽ അവിടെ ഇന്റർവ്യൂ ഉണ്ടാവും. പിന്നെ ഫയർഫോഴ്സിലേക്കുള്ള എക്സാമുകളാണെങ്കിൽ എന്തുണ്ട്, ഞാൻ പറഞ്ഞു സ്വിമ്മിംഗ് ടെസ്റ്റും ഉണ്ട്. സ്വിമ്മിംഗ് ടെസ്റ്റ് 2 വിധത്തിലുണ്ട്. മുങ്ങിക്കെടുക്കുക, അതായത് പൊന്തിക്കെടുക്കുക എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, കുറച്ച് സമയം പൊന്തിക്കെടുക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നീന്തുക, ഇത്ര സമയത്തിനുള്ളിൽ 100 മീറ്റർ നീന്തി വരിക എന്ന് പറയുന്ന ആ ഒരു ക്രൈറ്റീരിയയും ഫയർ ഫോഴ്സിലേക്കുള്ള എക്സാമുകൾക്ക് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് എക്സാം രീതികൾ, പാറ്റേണുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് എപ്പോൾ പഠിച്ചു തുടങ്ങണം. പലരും ചിന്തിക്കുന്നത് ഇപ്പൊ പഠിക്കണോ, ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോരെ, നോട്ടിഫിക്കേഷൻ വരട്ടെ, അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് വരട്ടെ, എക്സാം ഡേറ്റ് വരട്ടെ, അങ്ങനെയൊക്കെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളോട് പറയാനുള്ളത് എപ്പോൾ പഠിക്കണം എന്ന് ചോദിച്ചാൽ എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാരണം എന്താ, ഇവ 2027 LDCക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ കുട്ടികൾ പഠിച്ചു തുടങ്ങി. അതിനർത്ഥം എന്താ, നമ്മൾ 2027 LDCയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോ പഠിച്ചു തുടങ്ങിയാൽ മതിയോ? വേറെ സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പൊ പഠിച്ചു തുടങ്ങിയാൽ മതി. പക്ഷേ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത്, ഒരു റേസ് ആണ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് അല്ലെ. ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട്. അവരോടൊപ്പം നിന്ന് ഓടാൻ നമ്മൾ തയ്യാറെടുക്കുക. ആ ഓട്ട മത്സരത്തിൽ നമ്മൾ നേരത്തെ ഓടി തുടങ്ങിയാലോ, നമുക്ക് കുറച്ചു പേർക്ക് നേരത്തെ ഓടി തുടങ്ങാനുള്ള സമയം തന്നാലോ, ഒരു എന്താ പറയാ, മാരത്തോൺ ഓട്ട മത്സരം വിചാരിക്കുക, 20 കിലോമീറ്റർ നമ്മൾ ഓടണം. 20 കിലോമീറ്റർ ഓടുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മുടെ അടുത്ത് പറയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ഒരു 5 പേര് നിങ്ങൾ ഒരു നേരത്തെ രാവിലെ 7 മണിക്ക് ഒന്ന് ഓടി തുടങ്ങിക്കോ. ശരിക്കും കോമ്പറ്റീഷൻ തുടങ്ങുന്നത് 8 മണിക്കാ. നിങ്ങൾ എന്ത് ചെയ്തോ, ഒരു 7 മണിക്ക് ഓടി തുടങ്ങിക്കോ എന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എഡ്ജ് ഉണ്ടാവും. ശരിയല്ലേ? കാരണം ബാക്കിയുള്ളവരൊക്കെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു കുറച്ച് കിലോമീറ്റർ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. ശരിയല്ലേ? സോ എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡിൽ വേണം നമ്മൾ ഈ എക്സാമുകളെ കാണാൻ. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും എഡ്ജ് നമുക്ക് ഉണ്ടാവും. മറ്റുള്ളവരിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം, മറ്റുള്ളവരെ നമ്മൾ തട്ടിമാറ്റി നമ്മൾ മുന്നിലേക്ക് കുതിക്കുക എന്നുള്ളതാണ് ഈ എക്സാമിന് നമ്മൾ ചെയ്യേണ്ടത്. അതിനർത്ഥം നമ്മൾ കൂടെ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരെ തട്ടിമാറ്റണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ കമ്പൈൻഡ് സ്റ്റഡി ഒക്കെ നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും കമ്പൈൻഡ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിൽ എപ്പോഴും എയിം എന്ന് പറയുന്നത് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ബാക്കി എല്ലാവരും നമ്മുടെ കോമ്പറ്റീറ്റർ ആണ്. ഈ കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം, അവരെ നമുക്ക് ഓവർടേക്ക് ചെയ്യണം. അവരാരും നമ്മളെ ഓവർടേക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, വിടരുത്. അതായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ്. നമ്മളപ്പോ എപ്പോ പഠിച്ചു തുടങ്ങണം എന്ന് ചോദിച്ചാൽ ഇപ്പോ ദിസ് ഈസ് ദ റൈറ്റ് ടൈം എന്ന് ഞാൻ പറയാം. എപ്പോ പഠിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പഠിക്കുക. നമ്മുടെ കബീർദാസിന്റെ ദോഹ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോ ചെയ്യണം എന്ന് പറയുന്ന ഒരു ദോഹ നിങ്ങൾ ചിലപ്പോ 10ാം ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പോ അതുപോലെ ആയിരിക്കണം. നാളെ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ നാളെ ആയിട്ട് ഇങ്ങനെ നീണ്ടു പോവുകയുള്ളൂ. 2025 ജനുവരി 1 ആവട്ടെ എന്ന് പറഞ്ഞ് ഡിസംബർ 27-ാം തീയതി ഒക്കെ പഠിക്കാതിരുന്ന ആൾക്കാരുണ്ടോ? 1-ാം തീയതി പോലും പഠിച്ചു തുടങ്ങാം. 1-ാം തീയതി ആകുമ്പോഴത്തേക്കും തിരക്കായി അല്ലെ, വേറെ എന്തെങ്കിലുമൊക്കെ തിരക്ക് വന്നു. അപ്പൊ അത് കഴിഞ്ഞ് 2-ാം തീയതി ആവട്ടെ, 3-ാം തീയതി ആവട്ടെ, 4-ാം തീയതി ആവട്ടെ, തുടക്കത്തിന്റെ ആവശ്യം ചിലപ്പോൾ 1, 2, 3 ദിവസം പഠിച്ചവരുണ്ടാവാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഡ്രോപ്പഡായി കുറച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ച, ഈ തിങ്കളാഴ്ച ആവാം അല്ലെ, ഞായറാഴ്ച ആവാം. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ നീട്ടിക്കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ നീട്ടിക്കൊണ്ടുപോകും തോറും നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഓരോ മിനിറ്റ് വേസ്റ്റ് ആക്കുമ്പോഴും രാത്രിയും പകലൊന്നില്ലാതെ ഇരുന്ന് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മളെ ഓവർടേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ വിടരുത്. നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ ഒരാളെയും അനുവദിക്കരുത്. നമ്മൾ മറ്റുള്ളവരെ ഓവർടേക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ എപ്പോൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ മനസ്സിലെത്തിയിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിക്കണം എന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ശരി പഠിക്കാം എന്ന് പറഞ്ഞ് ബുക്ക് പറഞ്ഞ് എടുക്കാൻ പോണ സമയത്ത് ഒരുപാട് ബുക്കുകൾ പല കടകളിലായിട്ട് കാണുന്നുണ്ട്, ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്.
സോ നമുക്ക് കൺഫ്യൂഷൻ, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ. അത് കറക്റ്റ് ആയിട്ട് സ്ട്രാറ്റജിക്കലി പോയില്ലെങ്കിൽ എന്താ പ്രശ്നം, തുടക്കം മുതലേ കറക്റ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്തില്ലെങ്കിൽ ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ് മുതലേ ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയും മാത്സ് ഒക്കെ ടഫായിട്ടുള്ളവരോട് പലരും പറയാറുള്ള കാര്യം, അപ്പൊ ഞാനൊരു മാത്സ് ടീച്ചർ ആയിരുന്നത് കൊണ്ട് ഞാൻ പറയാണ്, ഈ മാത്സിന്റെ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ബേസ് എന്ന് പറയുന്ന സംഭവം ഇല്ലാണ്ടാവുക എന്നുള്ളതാണ്. ഏറ്റവും വളരെ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും, ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കേണ്ട പല കാര്യങ്ങളും അന്ന് ഒരുപക്ഷെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ആരൊക്കെയോ തളർത്തിയത് കൊണ്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ മാത്സിനെ പലരും വെറുത്തു പോയിട്ടുണ്ടാവാം. അപ്പൊ ബേസ് ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ കുറെ നാൾ കഴിഞ്ഞ് പ്ലസ് ടു ആയി, ഡിഗ്രി ആയി, ഏതോ കാലഘട്ടത്തിൽ മാത്സ് പഠിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഒന്നും നമ്മുടെ മൈൻഡ് എന്താവണില്ല, വർക്കാവണില്ല. അപ്പൊ അതിന് കാരണം എന്താ, നമ്മുടെ സ്ട്രാറ്റജി എവിടെയോ മിസ്സായി. സ്റ്റാർട്ടിങ് സമയത്ത് നമ്മുടെ ബേസ് കട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക്കലി നിങ്ങൾ പഠിക്കണം, കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. എന്ത് പഠിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ സിലബസ് ആണ് നോക്കേണ്ടത്. നിങ്ങളുടെ സിലബസ്, ഏത് എക്സാം ആണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ സിലബസിന്റെ PDF PSC വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ആ സിലബസ് എടുക്കുക, സിലബസിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പഠിക്കുക. അല്ലാതെ നിങ്ങൾ യൂട്യൂബ് എടുത്ത് ഹൗ ടു പ്രിപ്പയർ PSC അല്ലെങ്കിൽ PSC ക്ലാസ്സസ് എന്ന് വെറുതെ സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിൾ ലേണിംഗിന്റെ ക്ലാസ്സുകൾ കാണാം. പക്ഷെ എങ്കിൽ കൂടി ഞാൻ പറയാണ്, വെറുതെ അത്തരം PSC ക്ലാസ്സുകൾ യൂട്യൂബിലൂടെ നിന്നൊക്കെ കണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. യൂട്യൂബ് ചാനലുകൾ നിങ്ങൾക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം, ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിൽ ഒരു ഡൗട്ട് ഉണ്ടെന്ന് വരും. ഇപ്പൊ ലോകായുക്ത എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ വായിച്ചപ്പോഴോ അല്ലെങ്കിൽ ക്ലാസ്സുകൾ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഗൂഗിൾ ലേണിംഗ് ഉൾപ്പെടെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരം കോഴ്സുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകങ്ങളോ ഞാൻ കോഴ്സ് ചെയ്യാനാണെന്നൊന്നും നിർബന്ധമായിട്ട് ഞാൻ പറയുന്നൊന്നുമില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ള കോൺഫിഡൻസോടുകൂടി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ലോകായുക്ത എന്ന് പറയുന്ന ഭാഗത്തൊരു ഡൗട്ട് തോന്നുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോകായുക്ത ക്ലാസ്സസ്, കേരള PSC ക്ലാസ്സസ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഒരുപാട് ക്ലാസ്സുകൾ കിട്ടും. 1-2 ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അല്ലാതെ PSCയുടെ എല്ലാ കംപ്ലീറ്റ് സിലബസും യൂട്യൂബ് നോക്കി പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ടൈം വേസ്റ്റേജാ. ഒരുപാട് ടൈം നമ്മൾ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ ഒരുപാട് പേരെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയിട്ടാവും. നമ്മൾ അതിൽ നിന്ന് നോട്ട് പ്രിപ്പയർ ചെയ്തൊക്കെ പഠിക്കാൻ നിൽക്കുന്ന സമയം കൊണ്ട് ഓൾറെഡി വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള നോട്ടുകൾ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവര് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകും. ഇത് വളരെ കോമ്പറ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈമാണ് അല്ലെ. കാരണം ഓൺലൈനായിട്ട് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയമാണ്. പണ്ടത്തെ പോലെ അല്ല. പണ്ട് ഒരുപക്ഷെ ഒരു 20 വർഷം പുറകിലായിട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ചെറിയ PSC ഗൈഡുകൾ കാണാം നിങ്ങൾക്ക്. ആ PSC ഗൈഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ആ ഒരു ടൈപ്പ് ഓഫ് ഒരു കാലഘട്ടങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഈ സെക്രട്ടറി അസിസ്റ്റന്റ് ഒരു റാങ്ക് ഫയൽ വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഷോപ്പിൽ പോയി നോക്കി 3-4 വോള്യൂംസ് ഉള്ള വലിയ 4 വോള്യൂം കൂട്ടിയിട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്കിന്റെ മുകളിൽ കയറ്റി വെച്ചാൽ നമ്മുടെ തല കാണില്ല. അതുപോലെ അത്രയും വലിയ ബുക്കുകള്, അതിനകത്തെല്ലാം കണ്ടന്റുകള്, ഇതെല്ലാം ഒറ്റയടിക്ക് ഒരു മനുഷ്യനെ പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. റാങ്ക് ഫയലുകൾ അപ്പൊ അത് കാരണം ഞാൻ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് ചോദിക്കണോടത്ത് റാങ്ക് ഫയല് എല്ലാവരും അതുപോലെ തന്നെ എടുത്ത് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം അതിലൊരുപാട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം പഠിക്കുക മാത്രമല്ല റിവൈസ് ചെയ്യാനുള്ള സമയം നമുക്ക് ഒരിക്കലും കിട്ടില്ല. അത് മുഴുവൻ പഠിച്ചത് റിവൈസ് ചെയ്ത് എക്സാമുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 1-2 എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവാം, എന്തിനും ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അത് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും കണ്ടന്റുകളുണ്ട്. എന്തുകൊണ്ട് ആ റാങ്ക് ഫയലുകൾ ഇത്രയും വലുതാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുവിധം റാങ്ക് ഫയൽ ഇറക്കുന്ന കമ്പനികൾക്കെല്ലാം അവരുടെ ആവശ്യം എന്ന് പറയുന്നത് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എക്സാമിന് 100-ൽ 100 എന്റെ റാങ്ക് ഫയലിൽ നിന്ന് വന്നു എന്ന് പറയുന്നതായിരിക്കും അവർക്ക് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് മിസ്സാക്കാതെ എല്ലാം അതിനകത്ത് എഴുതാൻ ശ്രമിക്കും. പക്ഷെ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതിലെ ചില പോയിന്റുകൾക്ക് വേണ്ടി ചിലപ്പോൾ 10, 40, 50 പേജുകൾ, ഒരു മാർക്കിന് വേണ്ടി ചിലപ്പോ 50, 60, 100, ചിലപ്പോ 150, 200 നിങ്ങളുടെ ഹിസ്റ്ററി ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ചെറിയ മാർക്കിനുള്ള ടോപ്പിക്കുകൾ ഒരുപാട്. ഇപ്പൊ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് 1 മാർക്ക് ചോദിച്ചിട്ട് ആ വേൾഡ് ഹിസ്റ്ററിയുടെ ടോപ്പിക്കിന് 10-300 പേജ് ഉണ്ടാവും. ചിലപ്പോൾ ആ 300 പേജ് പിടിച്ച് 1 മാർക്ക് കിട്ടുക. അതേ സ്ഥാനത്ത് അപ്പുറത്ത് ചില ടോപ്പിക്കുകളുണ്ട് 10 പേജ് പഠിച്ച് ചിലപ്പോൾ 3-4 മാർക്ക് കിട്ടുന്ന ചില ടോപ്പിക്കുകൾ വേറെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയുന്നതാണ് ഒരു ഉദ്യോഗാർത്ഥി ചെയ്യേണ്ടത്. അത് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാം. നിങ്ങളുടെ സിലബസ് എടുത്ത് വെക്കുക. എന്ത് പഠിക്കണം എന്ന് വെച്ചാൽ സിലബസിൽ എന്ത് പറയുന്ന അതിലെ ഓരോ പോയിന്റുകളും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്ട് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സോൾവ് ചെയ്ത് നോക്കുക.
അപ്പോൾ പലരും പല വീഡിയോയിലും കാണാം റാങ്ക് ഫയൽ പഠിക്കണം, SCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം, NCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം. അപ്പോൾ ചില ആൾക്കാർ പറയും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം, ലക്ഷ്മികാന്തിന്റെ ബുക്ക് പഠിക്കണം, അതുപോലെ DD ബോസിന്റെ ബുക്ക് പഠിക്കണം, അപ്പുറത്ത് അങ്ങനെ ഒരുപാട് വലിയ വലിയ ബുക്കുകളൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇവരൊന്നും ഈ ബുക്ക് മുഴുവൻ പഠിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ കേട്ടോ. പക്ഷെ എങ്കിൽ കൂടിയും സജഷൻസ് വരും. കാരണം എന്താ, കഴിഞ്ഞ ഒരു എക്സാമിന് 1 മാർക്കിന്റെ ചോദ്യം ഈ ബുക്കിൽ നിന്നാ വന്നേ. ഒരു ബുക്ക് ഫുള്ള് പഠിച്ചിട്ട് 1 മാർക്കിന്റെ ചോദ്യത്തിന് വേണ്ടിയിട്ടാട്ടോ. അപ്പൊ അതൊരു എന്തല്ല, ഒരു സ്മാർട്ട് വർക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് എന്താ, മാർക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ഭാഗങ്ങള്, എന്നാൽ ചെറിയ ഭാഗങ്ങള് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്താൽ മതി, യാതൊരു സംശയമില്ല. ഒരു കോച്ചിങ് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ അഡ്ഹോക് ലേണിംഗ് പോലെയുള്ള പല സ്ഥാപനങ്ങളുണ്ട്, അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ കോഴ്സുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം വളരെയധികം ലാഭിക്കാനായിട്ട് പറ്റും. പിന്നെ എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ റിവൈസ് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. റിവിഷൻ വളരെ മസ്റ്റാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ. റിവിഷൻ ഇല്ലാതെ നിങ്ങൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. ഡെയിലി റിവിഷൻ, വീക്ക്ലി റിവിഷൻ, മന്ത്ലി റിവിഷൻ, എക്സാമിന് തൊട്ടുമുള്ള റിവിഷൻ, അത്തരത്തില് നമ്മുടെ കോഴ്സുകൾക്കകത്തൊക്കെ റിവിഷൻ ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നമ്മുടെ പല സ്ഥലങ്ങളിലും നമ്മൾ തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരുപാട് ക്ലാസ്സുകൾ കൊടുത്ത് അതൊക്കെ പഠിക്കുക എന്ന് പറയും. പറ്റണ്ടേ? ഇതിനെ കൊണ്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് പഠിക്കാൻ പറ്റണ്ടേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് ഒരു 20 മിനിറ്റിന്റെ ക്ലാസ്സുകൾ മാത്രം, 20, 25, 30, മാക്സിമം 30 മിനിറ്റ്. അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തന്നെ പറ്റില്ലാന്നേ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ 20 to 30 മിനിറ്റ് ദൈർഘ്യമുള്ള കുറച്ച് ക്ലാസ്സുകൾ കൊടുക്കും. ആ ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, അത് അന്ന് തന്നെ റിവൈസ് ചെയ്യുക, അതിനൊന്നും ഒരു റിവിഷൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യിപ്പിക്കുക. ദെൻ വീക്കെൻഡ് ആകുന്ന സമയത്ത് വീക്കിലി ഒരു 2 ദിവസം അതിനു വേണ്ടി മാത്രം മാറ്റി വെക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ എന്താണോ പഠിച്ചത് ആ പഠിച്ച ഭാഗത്തുനിന്ന് മാത്രം റിവൈസ് ചെയ്യാനായിട്ട് 1-2 ദിവസങ്ങൾ മാറ്റി വെച്ച് ആ ദിവസങ്ങൾ അതിനൊന്നും തന്നെ റിവിഷൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് മന്ത് എത്തുമ്പോൾ ആ ഒരു മാസം എന്ത് പഠിച്ചോ അതെല്ലാം റിവൈസ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കൊടുക്കും, കുറച്ച് ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റി വെക്കും. ഫ്രഷ് ആയിട്ടൊന്നും പഠിക്കാതെ കഴിഞ്ഞ മാസം പഠിച്ച ഭാഗങ്ങൾ മാത്രം റിവൈസ് ചെയ്ത് ആ ഒരു ടൈപ്പ് ഓഫ് റിവിഷൻ സ്ട്രാറ്റജി നിങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് നല്ല മാർക്കിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുണ്ടാവും, പല ക്വസ്റ്റ്യൻസും നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും എക്സാം ഹോളിൽ പോയിട്ട് തെറ്റിച്ചിട്ട് വരും. അത് വീട്ടിലെത്തി കഴിയുമ്പോൾ നമുക്ക് ആലോചിക്കാം, അയ്യോ ഇത് തെറ്റിപ്പോയി, വെറുതെ തെറ്റിച്ചു. അങ്ങനെ 2, 3, 4, 5 ക്വസ്റ്റ്യൻസ് തെറ്റുന്നതോടെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോലും ഔട്ടാവും. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഔട്ടായിട്ടുള്ള ഒരുപാട് കൂട്ടുകാരെ നമുക്കറിയാം. അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കൃത്യമായിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് റിവൈസ് ചെയ്യാത്തതാണ്. റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ദെൻ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അഡ്ഹോക് ലേണിംഗ് നിങ്ങൾക്ക് ഒരുപാട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി സെക്കൻഡറി ടെസ്റ്റിന്റെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ നമ്മുടെ 100 ഡേയ്സിന്റെ 100 ദിവസത്തിന്റെ ഒരു ക്രാഷ് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 999 രൂപയാണ് അതിന്റെ ഫീസ് വരുന്നുള്ളൂ. അപ്പോ അതിനകത്ത് വീഡിയോ ക്ലാസ്സസ് ഉണ്ട്, PDF നോട്ടുകളുണ്ട്, ഈവൻ ഒരു നിങ്ങളുടെ റാങ്ക് ഫയൽ വാങ്ങാനുള്ള എമൗണ്ട് പോലും ആവുന്നില്ല. ആ റാങ്ക് ഫയലിൽ വരുന്ന ഒരുവിധം നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒരുവിധം കാര്യങ്ങളെല്ലാം അതിനകത്ത് PDF നോട്ടുകളായിട്ടും അതുപോലെ വീഡിയോ ഓരോ ടോപ്പിക്കിന് വേണ്ടി വീഡിയോ ക്ലാസ്സുകളും അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സസും അതിന്റെ PDF നോട്ടുകൾ, അതിന്റെ റിവിഷൻ ടെസ്റ്റുകൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഡെയിലി റിവിഷൻ ടെസ്റ്റ്, ഒരു 4 ദിവസം ക്ലാസ് ഇട്ട് 5ാം ദിവസം ആ ഒരു 5th ഡേ ഫുള്ള് ആ ഒരു 4 ദിവസം എന്താണ് പഠിച്ചത് അതിൽ നിന്ന് റിവൈസ് ചെയ്തിട്ടുള്ള റിവിഷൻ ടെസ്റ്റ്, നെക്സ്റ്റ് ഒരു 4 ദിവസം ക്ലാസ്, 5ാം ദിവസം വീണ്ടും റിവിഷൻ ടെസ്റ്റ്. ആ ഒരു രീതിയിലാണ് 100 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്നത്. ഇത് പ്രിലിംസിന്റെ ബാച്ചാണ്. പ്രിലിംസിന്റെ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും പർച്ചേസ് തുടങ്ങാം. ഇത് അപ് ടു എക്സാം 999 എന്ന് പറയുന്നത് എന്നാണോ ഡിഗ്രി ലെവൽ പ്രിലിംസ് നടത്തുന്നത് അന്ന് വരെ ഈ കോഴ്സ് ഉപയോഗിക്കാം. 100 ദിവസം കൊണ്ട് സിലബസ് തീരും. ദെൻ നിങ്ങൾക്ക് എന്നാണോ എക്സാം അതുവരെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ 100 ഡേയ്സിന്റെ പ്ലാൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ പ്രിലിംസും പ്ലസ് മെയിൻസിന്റെ കോഴ്സ് നടത്തുന്നുണ്ട്. പ്രിലിംസ് പ്ലസ് മെയിൻസിന്റെ നമ്മുടെ പോരാട്ടം എന്നുള്ള പേരിൽ ഒരു കോഴ്സ് ഉണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ. അത് നമുക്ക് 1699 രൂപയാണ് നമുക്ക് വരുന്നുള്ളൂ. അതും ഡെയിലി റിവിഷൻ, വീക്ക്ലി റിവിഷൻ, മന്ത്ലി റിവിഷൻ, ആ ഒരു ടൈപ്പ് ഓഫ് രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വീഡിയോ ക്ലാസ്സസ്, അതുപോലെ PDF നോട്ടുകൾ, റിവിഷൻ ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, ഇതിലെല്ലാം ഈ 100 ഡേയ്സിന്റെ ടെസ്റ്റ് ആണെങ്കിലും ഈ മെയിൻസ് പ്ലസ് പ്രിലിംസ് കോഴ്സിലൊക്കെ ആണെങ്കിൽ പ്രിലിംസിന്റെ 20 ടെസ്റ്റ് എങ്കിലും മിനിമം നമുക്ക് മോഡൽ എക്സാംസ് ഇവിടെ ഉണ്ടാവും, നമ്മുടെ അഡ്ഹോക് ലേണിംഗിനകത്ത് ഉണ്ടാവും. ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല CPOന്റെ കോഴ്സ് ഉണ്ട്, സിവിൽ എക്സൈസ് ഓഫീസറുടെ കോഴ്സ് ഉണ്ട്, ഫയർമാന്റെ കോഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്തുള്ള ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സിനൊക്കെ മിനിമം റേറ്റിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടല്ല പറയുന്നത്, പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു എന്ന് മാത്രം.
ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. നമുക്ക് ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതായിരിക്കും ഒരു ഡൗട്ട്. അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു കഫേയിൽ പോയി അവരോടത്ത് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് തന്നെ പിന്നെ അതിന്റെ യൂസർ ID പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും അപ്ലൈ നൗ എന്ന് പറയുന്ന ബട്ടൺ, നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ബാറിൽ പോയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ എടുത്ത് അവിടെ അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ താലൂക്ക്, ജില്ല സെലക്ട് ചെയ്യുക, താലൂക്ക് സെലക്ട് ചെയ്യുക, നമ്മുടെ ഫോട്ടോന്റെ പേരിലുള്ള പേര്, ഡേറ്റ് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതൊക്കെ ഓൺലൈനായിട്ട് നിങ്ങൾ വാട്സാപ്പും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കാര്യങ്ങളുള്ളത്. നമുക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നോക്കാം. എക്സാം ഇംഗ്ലീഷ് എഴുതിക്കൂടെ സർ? യെസ്, എക്സാം നിങ്ങൾക്ക് എഴുതണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ മലയാളം നമുക്ക് പബ്ലിക് അല്ലേ, നമ്മുടെ OMR ആണ് ഇപ്പോഴും നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് OMR രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ചില എക്സാമുകൾ മാത്രം ഓൺലൈനായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വലിയ എക്സാമുകൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള ജനറൽ PSC എക്സാമുകളെല്ലാം OMR ഷീറ്റിലാണ് മാർക്ക് ചെയ്യേണ്ടത്. എക്സാം മലയാളത്തിലും ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അതുപോലെ മറ്റ് എക്സാമുകൾക്ക് മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് കംപ്ലീറ്റ്ലി മലയാള മാതൃഭാഷയെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പൊ മലയാളത്തിലേക്ക് ഇപ്പൊ പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയം ആണ് പഠിച്ചത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് പഠിച്ചത്. ഇപ്പൊ ഞാനാണെങ്കിൽ ഡിഗ്രി PG ഒക്കെ പഠിക്കുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ മലയാളത്തിലേക്ക് മാറുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. മലയാളത്തിൽ ചില ടേംസ് മനസ്സിലാക്കും, സയൻസിലെ ടേംസ്, ബയോളജിയിലെ ടേംസ്, ഫിസിക്സിലെ ടേംസ്, ജോഗ്രഫിയിലെ ചില ടേംസ്, ഇതെല്ലാം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് കൊണ്ട് മനസ്സിലാക്കി ഇതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു പാറ്റേണിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും കേട്ടോ. ഓഗസ്റ്റ് ആകുമ്പോഴേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം എഴുതാൻ പറ്റുമോ? വിഘ്നേഷ്, ഇപ്പൊ ഓൾറെഡി നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. അതായത് നിങ്ങളുടെ എക്സാം റിസൾട്ട് എല്ലാം വന്നു, ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമേ കിട്ടാനുള്ളൂ എങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾക്ക് ഓൾറെഡി പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ കിട്ടും. ഓക്കെ, ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്ത പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡിഗ്രി എക്സാം പാസ്സായി, റിസൾട്ട് വന്നു, പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അല്ല അത് പാസ്സായിട്ടില്ല എന്ന് എക്സാമും നടക്കാൻ പോകുന്നുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ എഴുതാൻ പറ്റില്ല. വിഘ്നേഷ് അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ഈ വർഷം അവസാനം 2 വളരെ പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ എക്സാമുകൾ വരുന്നുണ്ട്. ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, 2 കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ്. ഈ 2 എക്സാമുകൾക്കും നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം, പഠിച്ചു തുടങ്ങാം. ഞാൻ പറയണേ, എപ്പോഴും നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നവരായിക്കോട്ടെ, +2 പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ സ്കൂൾ കോളേജ് ലൈഫിനോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ PSC മുന്നോട്ട് കൊണ്ടുപോയാൽ ആ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടും. ഞായറാഴ്ചകളിലോ ശനിയാഴ്ചകളിലെല്ലാം പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ റേസ് കുറച്ച് മുമ്പേ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെയായി. ഓക്കെ, സോ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ എത്രയും ബെറ്റർ, നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ എങ്ങനെ അറിയാൻ പറ്റുക? നോട്ടിഫിക്കേഷൻ അറിയാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ന്യൂസ് പേപ്പറുകളിൽ വരാം, നമ്മുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. ഇതൊന്നും വേണ്ട. ഇന്നത്തെ കാലത്ത് ഓൺലൈൻ വീഡിയോ ഉണ്ട് അല്ലെ. ഈവൻ അഡ്ഹോക്ക് ലേണിംഗിന്റെ ടെലഗ്രാം ചാനലുണ്ട്. അതേപോലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ടെലഗ്രാം ചാനലുണ്ട്. ഞാൻ അഡ്ഹോക്കിനെ മാത്രം പ്രൊമോട്ട് ചെയ്യല്ല, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ടെലഗ്രാം ചാനലുകളുണ്ട്, യൂട്യൂബ് ചാനലുകളുണ്ട്. ഇത്തരം മീഡിയത്തിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെമ്പർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വരുന്ന നോട്ടിഫിക്കേഷനുകളെല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ അറിയാനുള്ള മീഡിയം. ഇപ്പം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എല്ലാം ഉള്ളത് കൊണ്ട് ഈവൻ വലിയ എക്സാം, സെക്രട്ടറി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും നോർമൽ ഫാമിലി ഗ്രൂപ്പുകളിലും ഒക്കെ അത് ഷെയർ ചെയ്ത് പോയിട്ടുണ്ടാവാം. അപ്പോൾ അത്തരം PSC വലിയ നോട്ടിഫിക്കേഷൻസ് അങ്ങനെ അറിയാം. പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയേണ്ടത്, ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് അറിയാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാ മാസവും നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് കയറി നോക്കുക. നിങ്ങളുടെ PSCയുടെ പ്രൊഫൈൽ 1 ടൈം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രൊഫൈൽ യൂസർ ID പാസ്വേഡും കൊടുത്ത് നിങ്ങൾ കയറിയിട്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് പോവുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഓരോ പോസ്റ്റ് നേരെ അപ്ലൈ നൗ അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണോ എലിജിബിൾ അല്ലയോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ അപ്ലൈ ചെയ്ത് പോകുക. എക്സാം എപ്പോഴെങ്കിലും നടക്കട്ടെ, നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ ഒരു വഴിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എക്സാം വരട്ടെ, എക്സാമിന്റെ ഡേറ്റ് വന്നതിന് ശേഷം പഠിക്കുള്ളൂ എന്നുള്ള ചിന്തകളൊക്കെ മാറ്റി വയ്ക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്? എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാവേ, ഞാൻ ചാറ്റ് ബോക്സ് നോക്കിക്കൊണ്ടിരിക്കട്ടെ.
ഫൗണ്ടേഷൻ ബാച്ച് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തോ? ഫൗണ്ടേഷൻ ബാച്ച് അല്ല, ഞാൻ പറഞ്ഞല്ലോ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ നമുക്ക് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ബാച്ച് നിങ്ങൾക്ക് ഏതൊരു ക്ലാസ് എടുക്കുന്നവർക്കും ഏതൊരു കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഡിഗ്രി ലെവൽ പ്രിലിംസ് ബാച്ച് ശരിക്കും പറഞ്ഞാൽ ഹെൽപ്ഫുൾ ആണ്. കാരണം ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് LDCയുടെ സിലബസ് എല്ലാം അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ സിലബസും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ബയോളജി, കെമിസ്ട്രി പോലുള്ള ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തില്ല, ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ചില ഭാഗങ്ങൾ ഒഴികെ ബാക്കി ഒരു 95% മറ്റെല്ലാ എക്സാമുകൾക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന ടൈപ്പ് ഓഫ് സിലബസ് ആണ് ഡിഗ്രി ലെവൽ പ്രിലിംസ്. മാത്രമല്ല ഇത്തിരി ഡീപ്പായിട്ട് തന്നെ അത് പഠിക്കണം. ആ ഡീപ്പ് നോളജ് നമുക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോ നമുക്ക് പലപ്പോഴും എക്സാമ്പിൾക്ക് വരുന്നത്, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ നമുക്ക് പല ഓപ്ഷൻസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, താഴെ കൊടുത്ത ഇപ്പൊ ലോകായുക്തത്തെ കുറിച്ച് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, താഴെ കൊടുത്തവയിൽ ലോകായുക്തയുമായി ബന്ധമില്ലാത്തത് എന്ത് എന്ന് ചോദിച്ചിട്ട് 4 പോയിന്റ് കൊടുക്കും. അപ്പൊ ലോകായുക്ത ആരംഭിച്ചത് ഇന്ന വർഷമാണ്, ലോകായുക്ത നിലവിലെ ലോകായുക്ത ഇന്ന ആളാണ്, അങ്ങനെ തുടങ്ങി ഒരു 3-4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ആ 4 ഓപ്ഷൻസും കൃത്യമായിട്ട് മനസ്സിലാകാനാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു മാർക്ക് ഒരു ആൻസർ ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ലോകായുക്ത എന്ന് പറയുന്ന ടോപ്പിക്കില് ഡീറ്റെയിൽഡ് നോളജ് വേണം. സോ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ബാച്ച് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി ലെവൽ എക്സാമിനെ പ്രിപ്പയർ ചെയ്യാം. അല്ലാതെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചത് ഒരു ഫൗണ്ടേഷൻ ബാച്ചിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പഠിക്കുമ്പോൾ ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോകാം. സാർ പറഞ്ഞ PSC സിലബസ് PDF ഏത് വെബ്സൈറ്റിലാണ് ഉണ്ടാവുക? കേരള PSCയുടെ വെബ്സൈറ്റിൽ തന്നെ കിട്ടും. കേരള PSC എന്ന് പറയുന്ന, കേരള PSC വെറുതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മിക്കവാറും ആദ്യം വരുന്ന സൈറ്റ് കേരള PSCയുടെ എംബ്ലോക്ക് വെച്ചിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. അതാണ് keralapsc.gov.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അതിൽ കിട്ടും. അതുകൂടാതെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. സെൽഫായിട്ട് ലാപ്പിൽ അപ്ലൈ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണോ? ഒരു കുഴപ്പമില്ല. അപ്ലൈ ചെയ്യാൻ ലാപ്പില്, ഫോണിൽ പറ്റില്ല. ഫോണില് ഒരു ഡേറ്റ് അടിക്കുന്ന ഒരു ഭാഗമുണ്ട്, നമ്മുടെ ഫോട്ടോന്റെ താഴെയുള്ള ഡേറ്റ്. ആ ഡേറ്റ് അടിക്കുന്ന സമയത്ത് കഴ്സർ ഒന്നും നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നിൽക്കില്ല. അത് ഫോണിലേക്ക് കോമ്പാറ്റബിൾ അല്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാപ്പിലോ ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് പോവാം, ഒരു കുഴപ്പമില്ല കേട്ടോ. സിമ്പിൾ ആണ് മെത്തേഡുകളെല്ലാം. എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ജസ്റ്റ് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ കൂടെ തന്നെ അപ്ലൈ ചെയ്ത് നോക്കണം. കഫേൽ ചെയ്താൽ അത്രയും ബെറ്റർ. പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം, ഒരു കുഴപ്പമില്ല. ഒരു കമ്പ്യൂട്ടർ ബേസിക് നോളജ് ഉള്ള ആൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ ക്രോപ്പ് ചെയ്ത് നമ്മുടെ അതിന്റെ താഴെ നമ്മുടെ ഡേറ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന, അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ്, അതിനകത്ത് പേരും അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റും കൊടുക്കണം. അതൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പറയുന്നുണ്ട്. കാറ്റഗറി നമ്പർ എത്ര? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്പർ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ആർക്കെങ്കിലും അറിയുന്ന ഒന്ന് ഷെയർ ചെയ്തോളൂ, അല്ലെങ്കിൽ ഞാനൊന്ന് നോക്കാം. ഓൾറെഡി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ അപ്ലൈ ചെയ്യാം, പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? കാറ്റഗറി നമ്പർ ഞാനൊന്ന് നോക്കിയോട്ടെ. 576 സുഖന്യ കറക്റ്റ്. 570 എന്റെ മനസ്സിൽ 576 വന്നു. പക്ഷെ ഇനിയിപ്പോ അതന്നെയാണോ എന്നൊരു സംശയം, അത് കാരണം ഞാൻ പറയാതിരുന്നു. 576 ആണ് നമ്മുടെ 576/2024 കേട്ടോ. 576/2024 ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ നമ്പർ. യെസ്. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഡൗട്ട്സ്? എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവണം എന്ന് വിചാരിക്കണം. അതിനാണ് സാർ ഇനി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ മതിയോ സെക്രട്ടേറിയറ്റ്? ഇതുവരെ PSC പ്രിപ്പയർ ചെയ്തിട്ടില്ല. ആയിഷ, ഞാൻ പറയട്ടെ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന ഒരു മൊഴിയുണ്ട്, കേട്ടിട്ടുണ്ടാവോ അല്ലെ? ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നമ്മൾ ലേറ്റ് ആയിട്ട് തുടങ്ങിയാലും കുഴപ്പമില്ല. മറ്റേ സിനിമയിൽ ലേറ്റ് വന്നാലും ലേറ്റസ്റ്റ് വരും എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണോ എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി റേസ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടാവാം. പക്ഷെ 1 വർഷം മുമ്പ് പഠിച്ചു തുടങ്ങിയിട്ടുള്ള പലരും ഒരു പക്ഷെ ഇടയിൽ വെച്ച് നിർത്തിയിട്ടുണ്ടാവും. വീണ്ടും തുടങ്ങി, നിർത്തി, വീണ്ടും തുടങ്ങി, നിർത്തി, വീണ്ടും തുടങ്ങി, കട്ടറിൽ വീണ് പോകുന്ന ആൾക്കാരെ ഭൂരിഭാഗവും. വളരെ കുറച്ചു പേര് മാത്രമാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നത്. അപ്പോ നിങ്ങൾ ഇപ്പൊ പഠിച്ചു തുടങ്ങുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യണം, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ് എന്നുള്ള ചിന്തയോടുകൂടി ഒരു PSC പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഹിസ്റ്ററി ഇല്ലെങ്കിൽ പോലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എടുക്കുക. 5-6 മാസങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ഒരു 5-6 മാസം പ്രിലിംസിന് കേട്ടോ, പ്രിലിംസിന് തന്നെ 5-6 മാസം ഉണ്ട്. മെയിൻസ് ആവുമ്പോൾ 8-10 മാസങ്ങളോളം നമ്മുടെ കയ്യിലുണ്ട്. സോ ഈ മാസങ്ങൾ മോർ ദാൻ എനഫ്. ഞാൻ പറഞ്ഞല്ലോ, 100 ദിവസത്തെ ക്രാഷ് ബാച്ച് എന്ന് പറയുമ്പോൾ 100 ദിവസം കൊണ്ട് സിലബസ് തീർക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു ദിവസം ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള കാര്യം നമ്മൾ തരുന്നുള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി പഠിച്ച് റിവൈസ് ചെയ്ത് ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾക്ക് ഏതൊക്കെ സമയം കിട്ടുന്നോ ഓരോ മിനിറ്റുകൾ വിലപ്പെട്ടതാണ് എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി, ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി നമ്മളിങ്ങനെ, നമുക്ക്
ചില വീഡിയോസ് മറ്റേ ഒളിമ്പിക്സിലൊക്കെ വീഡിയോസ് കാണുന്ന സമയത്ത് ഇങ്ങനെ റൈസർമാര് പോകുമ്പോ ഓടി ഇങ്ങനെ പോയി തൊട്ടടുത്തുള്ള ഒരാളെ ഓവർടേക്ക് ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് അല്ലേ? അത് പ്രത്യേകിച്ച് ഒരു ഇന്ത്യക്കാരനൊക്കെ ആകുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് അല്ലെ? നമ്മള് മറ്റു ഒരു 5-8 പേര് ഓടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ബാക്ക് ചെയ്ത് നിന്ന് വരുന്ന ഒരാൾ ഇങ്ങനെ കുതിറി ഓടി മറ്റുള്ള ഒരാളെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമല്ലേ? അതിനേക്കാൾ ഒരുപാട് സന്തോഷങ്ങളാണ് നമുക്ക് ഈ ഒരു ഫീൽഡിൽ നമുക്ക് കിട്ടുന്നത്. നമ്മൾ പഠിച്ചു തുടങ്ങിയ ആൾക്കാരെ, ഓൾറെഡി പഠിച്ച ആൾക്കാരെ ഓവർടേക്ക് ചെയ്ത് ജോലി വാങ്ങുക എന്ന് പറയുമ്പോൾ അത് സാധിക്കാവുന്ന കാര്യമുള്ളൂ. ഒരുപാട് പേര് ചെയ്ത് അത് പ്രാക്ടിക്കലി പ്രൂവ്ഡാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. സർ, വെൻ വി നീഡ് ടു ചേഞ്ച് അവർ ഫോട്ടോ ഇൻ ദ പ്രൊഫൈലിൽ ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ മുമ്പൊക്കെ പറഞ്ഞാൽ 3 വർഷം കൂടുമ്പോൾ പ്രൊഫൈലിൽ ചേഞ്ച് ചെയ്യണമായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു 10 വർഷം വരെയാണ് അതിന്റെ വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു ഓർമ്മ. ആ പ്രൊഫൈലിൽ എന്തായാലും മെസ്സേജ് വരും. നിങ്ങൾ പ്രൊഫൈലിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊഫൈലിലെ ഫോട്ടോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഫോട്ടോ ചേഞ്ച് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ബ്ലോക്ക് ആവുമോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊഫൈൽ ഫോട്ടോ മാറ്റണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു 10 വർഷം കൂടുമ്പോൾ വരെയൊക്കെ 10 വർഷം വരെയൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ സെയിം തന്നെ വെച്ചുകൊണ്ടിരിക്കാം. റീസെന്റ് ഫോട്ടോ വെക്കണം എന്നാണ്. ഓരോ വർഷം കൂടുമ്പോൾ നിങ്ങൾ 2 വർഷം കൂടുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ മാറ്റി കൊടുത്തോളൂ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. കാരണം അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഫോട്ടോ തിരിച്ചറിയണ്ടാവും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഹോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ. അതാണ്. പിന്നെ ആഫ്റ്റർ ഓൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സെഷനിൽ കയറിയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡ് വേർഷൻ ഉണ്ട് നിങ്ങൾക്ക് തരാം, ബാക്കി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക്. അത്തരം ആരാണെങ്കിലും എല്ലാവർക്കും അടുത്ത ഒരു 1-2 വർഷത്തിനുള്ളിൽ, അടുത്ത ഒരു 2 വർഷത്തിനുള്ളിലെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഗവൺമെന്റ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഗവൺമെന്റ് ജോലി കിട്ടട്ടെ, നിങ്ങളുടെ ഗവൺമെന്റ് സർവീസിലേക്ക് കയറട്ടെ. നിങ്ങളുടെ ഓഫീസിൽ കയറി ചെന്ന് നിങ്ങളുടെ ഗവൺമെന്റ് നിങ്ങൾക്ക് കുറെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അഡ്വൈസ് കയ്യിലെത്തുന്ന സമയത്ത്, ഇതിപ്പോ അഡ്വൈസ്, എന്റെ അഡ്വൈസ് ഇവിടെ ഉണ്ട് പറയുന്നത്, ഇതൊരു അഡ്വൈസ് ആണ്. ഇതൊക്കെ PSC അഡ്വൈസുകളാണ്. അപ്പൊ ഇതൊരു അഡ്വൈസ് ആണ്. അപ്പോ ഇങ്ങനെ ലെറ്റർ ഒക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നൊരു സന്തോഷമുണ്ട്. ഇത് എന്തിന്റെയായിരുന്നു? ഇത് എനിക്ക് ഫയർഫോഴ്സിന്റെ അഡ്വൈസ് കിട്ടിയതാ. ഇത് LDCയുടെ അഡ്വൈസ് ആണിത്. അപ്പൊ അങ്ങനെ ഈ അഡ്വൈസ് കിട്ടുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതാണ്. അത്ര നമുക്കൊരു സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ. അപ്പൊ ഇത് നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനസ്സിന് കിട്ടുന്ന ഒരു സുഖമുണ്ട്. പോസ്റ്റ്മാൻ നമ്മുടെ വീട്ടിലെ ഈ അഡ്വൈസ് കൊണ്ടുവരുമ്പോ പോസ്റ്റ്മാൻ നോക്കും നമ്മളെ, ഗവൺമെന്റ് സർവീസിൽ കയറാൻ പോകുന്ന ആളാണല്ലേ. അത് കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഗവൺമെന്റ് സർവീസിൽ കയറാൻ ചെല്ലുന്ന ദിവസം അവിടെ ചെന്നിട്ട് നമ്മൾ സൈൻ ചെയ്യുന്ന ഒരു നിമിഷമുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ്, നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ കിട്ടാത്ത പല ഹാപ്പിനെസ് നിങ്ങളുടെ മനസ്സിനകത്തേക്ക് വരുന്നൊരു സാധനമുണ്ട്. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ അത് തന്നെ മതി നിങ്ങൾക്ക് മോട്ടിവേഷൻ. അത് നിങ്ങൾ പഠനം സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തല്ല ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ മോട്ടിവേറ്റഡ് ആവും. ഓക്കെ, സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അഡ്ഹോക്ക് ലേണിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഉണ്ട്, അഡ്ഹോക്ക് ലേണിംഗിന്റെ ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു നമ്പർ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ നമ്പർ കിട്ടിയിട്ടുണ്ടാവും. എന്ത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്ന ഒരു നമ്പർ ഞാൻ പറഞ്ഞത് 8136986089. ഈ നമ്പറിൽ വിളിക്കാം. ഇനി അഥവാ ഈ നമ്പർ കിട്ടിയില്ലെങ്കിൽ വേറൊരു നമ്പർ ഞാൻ പറഞ്ഞുതരാം, 6238093904. ഈ 2 നമ്പറും നമ്മുടെ അഡ്ഹോക്ക് ലേണിംഗിന്റെ ഒഫീഷ്യൽ നമ്പറുകളാണ്, ഒഫീഷ്യൽ ഹാൻഡാണ് ഉപയോഗിക്കുന്നത്. ഒരു 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയൊക്കെ നിങ്ങൾക്ക് ഇതിൽ കിട്ടും. അത് കഴിഞ്ഞ് രാത്രി സമയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പലർക്കും കോൾ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് ഉണ്ടാവില്ല ഇവിടെ. സോ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഗവൺമെന്റ് സർവീസിൽ കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.